Good morning, all. Good morning, ma'am. നമ്മുടെ പോർഷൻസ് ഒന്നും തീരാത്തോണ്ട് ഞാൻ ഇന്ന് ടീച്ചറെ അരമണിക്കൂർ കൂടുതൽ മേടിച്ചതാണ്. ഓക്കെ, പതിനാല് പേരുള്ളൂല. ഇംഗ്ലീഷ് ആയതെന്ന് വിചാരിച്ചിട്ടാണോ 14 പേര്? ആണോ? ഓക്കെ, നമുക്ക് തുടങ്ങാം. നമ്മളെ എത്തിക്കൽ ആൻഡ് ലീഗൽ ഇഷ്യൂസ് അല്ലേ എടുത്തോണ്ടിരുന്നത്? അതിൽ ആക്ടുകളാണ് നമ്മൾ പഠിച്ച് ലാസ്റ്റ് വെച്ചത്. അതിൽ 2-3 ആക്ട് നമ്മൾ പറഞ്ഞായിരുന്നു. ഞാനിത് ഒരു കോഡ് പോലെ ഓർഡർ ആക്കി എടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് പഠിക്കാൻ എളുപ്പത്തിൽ. ആക്ട് എന്ന് പറയുന്നത് ഇമ്പോർട്ടന്റ് ആണ്. എല്ലാ പരീക്ഷയ്ക്കും നിങ്ങൾക്ക് ഇനി വല്ല പരീക്ഷയ്ക്കൊക്കെ ആക്ടുകൾ ചോദിക്കും. അപ്പൊ 10 ആക്ടുകളാണ് ഇതിലിപ്പോ പറയണത്. അതിന്റെ ലാസ്റ്റ് വേറെ 2-3 ആക്ട് എക്സ്ട്രാ പറയാനുണ്ട്. ഇപ്പൊ ഫസ്റ്റ് പറയണത് 10 ആക്ടിനെ കുറിച്ചാണ്. നമുക്ക് ആക്ടുകൾ ഓർഡർ ആയിട്ട് ഇപ്പൊ ഇതില് ഞാന് നമ്മൾ എവിടെ വരെ എടുത്ത് ബോണസ് ആക്ട് വരെ എടുത്തില്ലേ? പേയ്മെന്റ് ഓഫ് ബോണസ് ആക്ട്, പേയ്മെന്റ് ഗ്രാറ്റുവിറ്റി എടുത്തില്ലല്ല? എവിടെ വരെ എടുത്തു വെച്ചത്? ആക്ട് എവിടെ വരെ എടുത്തത്? ആരും എന്താന്ന് റെസ്പോണ്ട് ചെയ്യാത്ത? കേൾക്കണില്ലേ? കേൾക്കണില്ലേ? നിങ്ങൾക്ക് പറയണത് കേൾക്കാൻ പറ്റുന്നുണ്ടാ? ഓക്കെ, അപ്പൊ നമ്മള് ഇപ്പൊ ഈ ആക്ടുകൾ ഓരോന്ന് ഇപ്പൊ വായിക്കണില്ല. ഇത് ഓരോ ആക്ടുകൾ ഓർഡർ ആയിട്ട് ഞാൻ പറയാം, എന്നിട്ട് ഞാൻ ഓർഡർ ആയിട്ട് വായിക്കാം. അത് ഇവിടെ വരെ ഫാർമസി വരെ. ദ ഫാർമസി ആക്ട്, നഴ്സിംഗ് കൗൺസില്, ഇന്ത്യൻ മെഡിക്കൽ കൗൺസിൽ ആക്ട്, എംപ്ലോയി സ്റ്റേറ്റ് ഇൻഷുറൻസ് ആക്ട്, പേയ്മെന്റ് വേജസ് ആക്ട്, അങ്ങനെ കുറച്ച് ആക്ട് ഉണ്ട്. 10 ആക്ടുകൾ ഉണ്ട്. അപ്പൊ നമുക്കത് ഓരോ ഓർഡർ ആയിട്ട് നമുക്ക് പഠിക്കാം, ഓരോ വർഷവും കറക്റ്റ് ആയിട്ട്. അപ്പൊ നിങ്ങളുടെ കയ്യിൽ ബുക്കും പേനൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ അത് എഴുതി വെക്കാം ഓർഡർ ആയിട്ട്. ഫസ്റ്റ് തുടക്കത്തിൽ ഏത് ആക്ട് ആണ് വന്നത്, അത് കഴിഞ്ഞ് എത്ര വർഷം കഴിഞ്ഞിട്ടാണ് നെക്സ്റ്റ് ആക്ട് വന്നത്, അങ്ങനെ ഓരോന്ന് ഓർഡർ ആയിട്ട് വെക്കാം. അപ്പൊ നിങ്ങൾക്ക് അത് പഠിക്കാൻ എളുപ്പമായിരിക്കും. ഓക്കെ, അപ്പൊ ഞാനിപ്പോ പറയുമ്പോ ഇതിന്റെ ഇടയിലൊക്കെ ആയിരിക്കും പറയണത്. നിങ്ങൾ അത് മൈൻഡ് ചെയ്യണ്ട, നമ്മൾ എല്ലാ ആക്ടുകളും പഠിക്കും. അപ്പൊ ഫസ്റ്റ് നമ്മൾ ഏതാ പറയണത്? ഫസ്റ്റ് നമ്മൾ പറയണത് ഇതിൽ ഫസ്റ്റ് വന്ന ആക്ട് ആണ്. ഫസ്റ്റ് വന്ന ആക്ട് ഇന്ത്യൻ മെഡിക്കൽ കൗൺസിൽ ആക്ട് 1933. ബുക്കും പേനയും ഉണ്ടെങ്കിൽ എഴുതി വെക്കാം, നിങ്ങൾ എഴുതി വെക്കാം. ഫസ്റ്റ് വന്ന ആക്ട് ഇന്ത്യൻ മെഡിക്കൽ കൗൺസിൽ ആക്ട്, അതാണ് ഫസ്റ്റ് വന്നത്. അങ്ങനെ പറഞ്ഞാൽ മതിയില്ലേ? എല്ലാ ആക്ടും നമ്മൾ കംപ്ലീറ്റ് ചെയ്യും ഇങ്ങനെ പറഞ്ഞിട്ടാണെങ്കിലും. ഇത് ഓർഡറിൽ പഠിച്ചാൽ നിങ്ങളുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടാവും. മതിയില്ലേ? അങ്ങനെ പഠിച്ചാൽ മതിയാ? ആരെങ്കിലും ഒന്ന് റെസ്പോണ്ട് ചെയ്തേ. ഓക്കെ ഓക്കെ. അപ്പൊ ഇതില് ഇന്ത്യൻ മെഡിക്കൽ കൗൺസിൽ ആക്ട് വന്നത് 1933. ഇതിലെന്താ പറഞ്ഞേ? lays down the code of ethics for medical practitioners and controls medical education. എന്താ പറഞ്ഞേ? ഇതിൽ പറഞ്ഞത് മെഡിക്കൽ പ്രാക്ടീഷണർ ആയിട്ട് ചെയ്യുന്നത്, മെഡിക്കൽ പ്രാക്ടീസ് ചെയ്യുന്നവര് ആരാണോ മെഡിക്കൽ പ്രാക്ടീസ് ചെയ്യുന്നത്, ഡോക്ടേഴ്സ്, പഠിക്കുന്ന നഴ്സുമാർ, അവരൊക്കെ മെഡിക്കൽ പ്രാക്ടീഷണേഴ്സ്. അങ്ങനെയുള്ളവർക്ക് എന്താ വേണം? കറക്റ്റ് കോഡ്, ധാർമ്മികമായ കോഡ് സ്ഥാപിക്കുകയും അതുപോലെ തന്നെ കൺട്രോൾ മെഡിക്കൽ എഡ്യൂക്കേഷൻ, മെഡിക്കൽ എഡ്യൂക്കേഷന്റെ വിദ്യാഭ്യാസത്തെ കുറിച്ച് നിയന്ത്രിക്കുകയും വേണം. അപ്പൊ അതാണ് 1933 മെഡിക്കൽ കൗൺസിൽ ആക്ട് വന്നു. ഫസ്റ്റ് തന്നെ ഒരു ഹോസ്പിറ്റൽ തുടങ്ങണം, നമ്മൾ സ്റ്റാർട്ട് ചെയ്യണം ഒരു ഹോസ്പിറ്റൽ. ആ ഹോസ്പിറ്റൽ സ്റ്റാർട്ട് ചെയ്യുമ്പോ ആദ്യം തന്നെ ഒരു മെഡിക്കൽ കൗൺസിലിന്റെ ഒരു ആക്ട് പാസ്സാക്കണം, അല്ലെ? അപ്പൊ തുടക്കത്തിൽ തന്നെ 1933 ഒരു മെഡിക്കൽ കൗൺസിൽ ആക്ട് വന്നു. ആ ആക്ട് വന്നത് എന്ത് കാര്യത്തിനാ? ഫസ്റ്റ് വന്നത് അത് മെഡിക്കൽ പ്രാക്ടീഷണർമാർക്ക് അതിന്റെ കൺട്രോൾസ്, മെഡിക്കൽ എഡ്യൂക്കേഷൻ ഒക്കെ, അതിന്റെ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യാനായിട്ടാ? ധാർമ്മിക കോഡ്, അതിനൊരു കറക്റ്റായ ഒരു സത്യസന്ധമായ ഒരു കോഡ് സ്ഥാപിക്കാനും പിന്നെ മെഡിക്കൽ വിദ്യാഭ്യാസത്തെ കൺട്രോൾ ചെയ്യാനും വേണ്ടിയിട്ടാണ് ഈ ആക്ട് വന്നത്. മെഡിക്കൽ വിദ്യാഭ്യാസത്തെ, മെഡിക്കൽ കൗൺസിൽ ആക്ട് വന്നത് മെഡിക്കൽ വിദ്യാഭ്യാസത്തെ കൺട്രോൾ ചെയ്യാനും പിന്നെന്താ അതിന്റെ എത്തിക്സ്, കോഡ് ഓഫ് എത്തിക്സ്,
അതിനെ സ്ഥാപിക്കാനുമാണ് ഈ മെഡിക്കൽ കൗൺസിൽ ആക്ട് 33 സ്ഥാപിച്ചത്. ഓക്കെ, പിന്നെന്താ പറഞ്ഞേ? സ്റ്റേറ്റ് മെഡിക്കൽ കൗൺസിൽ എസ്റ്റാബ്ലിഷ്ഡ് അണ്ടർ ആക്ട് സെയിം ഫംഗ്ഷൻ ഇൻ ദയർ റെസ്പെക്റ്റീവ്സ് എന്ന് വെച്ചാൽ എന്താ അവിടെ പറഞ്ഞേക്കണേ? ഈ ആക്ട് നിലവിൽ വന്നപ്പോ ഇത് സ്ഥാപിച്ചപ്പോ മെഡിക്കൽ കൗൺസിൽ ആക്ട് സ്ഥാപിച്ചു എന്ന് നമ്മൾ പറഞ്ഞു. ഇതില് ഒരേപോലത്തെ പ്രവർത്തനമാണ് എല്ലാ സ്ഥലത്തും, സെയിം ഫംഗ്ഷൻ ദയർ റെസ്പെക്റ്റീവ് സ്റ്റേറ്റ്സ് എന്ന് വെച്ചാൽ എന്താ? നിയമത്തിന് കീഴില് എന്ത് ഹോസ്പിറ്റൽ തുടങ്ങുന്നതിലും അതിനെന്താ ഒരുപാട് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ടാവും. അതിന്റെ നിയമങ്ങൾ അനുസരിച്ചായിരിക്കും ഹോസ്പിറ്റലൊക്കെ പ്രവർത്തിക്കുന്നത്. അപ്പൊ നിയമത്തിന് കീഴില് ഈ കൗൺസിലുകൾക്കൊക്കെ ഒരേപോലത്തെ പ്രവർത്തനമായിരിക്കണം. അതാണ് രണ്ടാമത് പറഞ്ഞത്. അങ്ങനെ സ്ഥാപിക്കണം. മെഡിക്കൽ കൗൺസിൽ സ്ഥാപിച്ചത്, എസ്റ്റാബ്ലിഷ് ചെയ്തത് അണ്ടർ ഹാവ് ദ സെയിം ഫംഗ്ഷൻ, ഒരേ ഫംഗ്ഷൻ ആയിരിക്കണം ഇൻ ദയർ റെസ്പെക്റ്റീവ് സ്റ്റേറ്റ്സ്. ഓക്കെ, ഒരേപോലത്തെ പ്രവർത്തനങ്ങൾ അതത് സംസ്ഥാനങ്ങളിൽ, ആ സംസ്ഥാനങ്ങളിൽ ഏത് സംസ്ഥാനങ്ങളിലാണോ ഉള്ളത് ആ സംസ്ഥാനങ്ങളിലൊക്കെ മെഡിക്കൽ കൗൺസില് ഒരേപോലത്തെ പ്രവർത്തനം നിലനിർത്തണം. റെക്കഗ്നിഷൻ ഓഫ് ടീച്ചിങ് ഹോസ്പിറ്റൽസ് ആർ സെൻട്രലി കൺട്രോൾഡ് ബൈ IMC എന്ന് വെച്ചാൽ എന്താ? ഹോസ്പിറ്റലുകളുടെ ഈ അംഗീകാരങ്ങൾ IMCയുടെ നിയന്ത്രണത്തിലായിരിക്കണം. ഇന്ത്യൻ മെഡിക്കൽ കൗൺസിൽ, IMC എന്ന് പറയുന്നത് എന്താ? ഇന്ത്യൻ മെഡിക്കൽ കൗൺസിൽ ആണ് IMC. അതിന്റെ കൺട്രോൾഡിലായിരിക്കണം റെക്കഗ്നേഷൻ ഓഫ് ടീച്ചിങ് ഹോസ്പിറ്റൽ ചെയ്യേണ്ടത്. അപ്പൊ ടീച്ചിങ് ഹോസ്പിറ്റലുകളുടെ ആ റെക്കഗ്നീഷൻ എന്താ? അധികാരം. ആ അധികാരം ആരുടെ നിയന്ത്രണത്തിലായിരിക്കണം? IMCയുടെ നിയന്ത്രണത്തിലായിരിക്കണം. IMC എന്ന് പറയുന്നത് ഇന്ത്യൻ മെഡിക്കൽ കൗൺസിൽ, അതിന്റെ നിയന്ത്രണത്തിലായിരിക്കണം. അപ്പൊ ഇതിൽ 3 പോയിന്റ് ആണ് മെയിൻ ആയിട്ട് പറയണത്. ഇന്ത്യൻ മെഡിക്കൽ കൗൺസിൽ ആക്ട് വന്നത് 1933 ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്തു, ഹോസ്പിറ്റൽ സ്റ്റാർട്ട് ചെയ്തു. അപ്പൊ 3 റൂൾസ് ആണ് അവർ പറഞ്ഞത്. മെഡിക്കൽ പ്രാക്ടീഷണർമാർക്കും പിന്നെന്താ അതിന്റെ കോഡ് ഓഫ് എത്തിക്സ് സ്ഥാപിക്കാനും മെഡിക്കൽ പ്രാക്ടീഷണർമാരെ നിയന്ത്രിക്കാനും വേണം. പിന്നെന്താ പറഞ്ഞത്? രണ്ടാമത് പറഞ്ഞത് മനസ്സിലാവണില്ല പറയണത്? സ്പീഡ് കൂടുന്നുണ്ടാ? സ്പീഡ് കൂടുന്നുണ്ടാ? നിങ്ങൾ എന്തൊന്നും റെസ്പോണ്ട് ചെയ്യാണ്ടിരിക്കണേ? ഒരു തമ്പെങ്കിലും കൊടുക്ക്. സ്പീഡ് കൂടുന്നില്ല. ഓക്കെ, നിങ്ങൾ എന്തെങ്കിലും റെസ്പോണ്ട് ചെയ്താലാ ഞാൻ ഇവിടുന്ന് പറയണതിന് എനിക്ക് മനസ്സിലാവാൻ പറ്റുള്ളൂ. ഓക്കെ, അല്ലെങ്കിൽ ഞാൻ വെറുതെ ഇങ്ങനെ പറഞ്ഞു പോണേൽ അർത്ഥമില്ല. ഓക്കെ, അപ്പൊ ഫസ്റ്റ് തന്നെ ഒരു ഹോസ്പിറ്റൽ സ്ഥാപിച്ചു. അതിന് നമ്മൾ മെഡിക്കൽ കൗൺസിൽ എന്ന് പേര് കൊടുത്തു. ആ ആക്ട് വന്നത് 1933. അതിന്റെ മെയിൻ കാരണം എന്ന് പറയുന്നത് മെഡിക്കൽ പ്രാക്ടീഷൻ ചെയ്യുന്ന ആൾക്കാരെ കൺട്രോൾ ചെയ്യാനും അതിന്റെ കോഡ് ഓഫ് എത്തിക്സ്, അതിന്റെ എത്തിക്സുകൾ സ്ഥാപിക്കാനും. അതൊന്നാമത്. രണ്ടാമത് പറയണത് എന്താ? മെഡിക്കൽ കൗൺസിലുകൾക്ക് അതാത് സംസ്ഥാനങ്ങളിൽ ഉള്ള നിയമങ്ങളൊക്കെ ഒരേപോലത്തെ പ്രവർത്തനങ്ങളായിരിക്കണം. അതാണ് രണ്ടാമത് പറയണത്. മൂന്നാമത് പറയണത് ഈ ഹോസ്പിറ്റലിന്റെ ഫുൾ കൺട്രോളിങ്, ആ ഹോസ്പിറ്റലിന്റെ ടീച്ചിങ്ങിനുള്ള ആ അധികാരങ്ങള് അതിന്റെ കൺട്രോൾ ആർക്കായിരിക്കണം? ഇന്ത്യൻ മെഡിക്കൽ കൗൺസിലിനായിരിക്കണം. അതാണ് ആ 3 പോയിന്റ് അവിടെ പറഞ്ഞത്. അപ്പൊ 1933 ആ കൗൺസിൽ ആക്ട് കഴിഞ്ഞു. ഓക്കെ, രണ്ടാമത് വന്നത് ഏതാ? അതൊക്കെ കഴിഞ്ഞു, കൗൺസിൽ ആക്ട് ഒക്കെ കഴിഞ്ഞു. മെഡിക്കലിൽ ഒരു ഹോസ്പിറ്റൽ സ്ഥാപിക്കാൻ വേണ്ടി നമ്മൾ കുറെ പ്രാക്ടീഷണർമാരൊക്കെ കൺട്രോൾ ചെയ്തു. അപ്പൊ അവർക്ക് എന്ത് കൊടുക്കണം? അവർക്ക് വേജസ് കൊടുക്കണം, കൂലി കൊടുക്കണ്ടേ? ഞാനൊരു കഥയായിട്ടാ പറയണത്, അപ്പൊ ശ്രദ്ധിക്കാം. ഇവർക്കൊരു കൂലി കൊടുക്കണം. അപ്പൊ ഈ കൂലി കൊടുക്കണമെങ്കിൽ എന്താ കൊടുക്കേണ്ട? കൂലി, പേയ്മെന്റ് ഓഫ് വേജസ് അല്ലെ? കൂലി കൊടുക്കുക എന്നുള്ളതിന് നമ്മൾ എന്താ പറയാ? കൂലി എന്ന് പറയുന്നത് വേജ്. അപ്പൊ കൊടുക്കുക എന്നുള്ളത് പേയ്മെന്റ് അല്ലെ? അപ്പൊ പേയ്മെന്റ് ഓഫ് എന്ത് വന്നു? പേയ്മെന്റ് ഓഫ് വേജസ് ആക്ട് വന്നു. അത് 3 വർഷം കഴിഞ്ഞിട്ടാ വന്നത്. ഒരു ഹോസ്പിറ്റലിൽ തുടങ്ങി പ്രവർത്തനങ്ങളൊക്കെ കൺട്രോൾ ആയി, നല്ല സെയിം ഫങ്ഷൻസ് ഒക്കെ, നല്ല പ്രവർത്തനങ്ങളൊക്കെ അവിടെ നടന്നു. എന്നിട്ട് 3 വർഷം കഴിഞ്ഞപ്പോ അവിടെ ഒരു പുതിയ ആക്ട് വന്നു. ആ ആക്ട് ആണ് പേയ്മെന്റ് ഓഫ് വേജ് ആക്ട്. പേയ്മെന്റ് ഓഫ് വേജ് ആക്ട് അത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഇവിടെ പറഞ്ഞതാണ്. പേയ്മെന്റ് ഓഫ് വേജ് ആക്ട് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞു 1936. അപ്പൊ 33 IMC ഇന്ത്യൻ മെഡിക്കൽ കൗൺസിൽ വന്നു. 3 വർഷം കഴിഞ്ഞിട്ട് അവർക്ക് കൂലി കൊടുക്കാനായിട്ട് പേയ്മെന്റ് ഓഫ് വേജസ് ആക്ട് വന്നു. അത് 1936. ഓക്കെ, അതിന് വന്നത് എങ്ങനെയാണ്? സ്റ്റേറ്റ്മെന്റ് ഓഫ് വേജസ് ദാറ്റ് ഷോസ് ഓൾ ഡീറ്റെയിൽസ്. അതില് ഈ വേജസിന്റെ എന്തെല്ലാം കൂലികളൊക്കെ പെടുന്നുണ്ട് അതിന്റെ ഫുൾ ഡീറ്റെയിൽസും ഈ പേയ്മെന്റ് ഓഫ് വേജ് ആക്ടിൽ വരും.
അതുപോലെ തന്നെ അവിടെ എന്താ, വേജസ് മസ്റ്റ് ബി പെയ്ഡ് ഡ്യൂറിങ് ദ ഫസ്റ്റ് 7 days ഓഫ് മന്ത്. അത് ഒരു മാസത്തിന്റെ ആദ്യത്തെ 7 ദിവസത്തിനുള്ളിൽ ഈ വേജ് കൊടുക്കണം. കണ്ടീഷൻ, 2 കണ്ടീഷനാ പറഞ്ഞത്. ഹോസ്പിറ്റൽ രൂപീകരിച്ചു, അവർക്ക് വേജ് കൊടുക്കണം. പേയ്മെന്റ് ഓഫ് വേജ് ആക്ട് വന്നു 1936 വന്നു. അതിന് 2 കണ്ടീഷൻസ് ഉണ്ട്. വെറുതെ വേജ് കൊടുക്കാൻ പറ്റില്ല. വേജ് കൊടുക്കണമെങ്കിൽ 2 കണ്ടീഷൻസ് ഉണ്ട്. ഒന്നാമത്തെ കണ്ടീഷൻ എന്താ, എല്ലാ ഡീറ്റെയിൽസും, ഓൾ ഡീറ്റെയിൽസ് കാണിക്കണം. വേജസ് കൊടുക്കണമെന്നുള്ള എല്ലാ ഡീറ്റെയിൽസും കാണിക്കാൻ വേണം. അത് മാസത്തിന്റെ ആദ്യത്തെ 7 ദിവസത്തിനുള്ളിൽ കൊടുക്കണം. മനസ്സിലായ? മാസത്തിലെ 7 ദിവസത്തിനുള്ളിൽ കൊടുക്കണം. വേജസ് മസ്റ്റ് ബി പെയ്ഡ് ഡ്യൂറിങ് ദ ഫസ്റ്റ് 7 days ഓഫ് ദ മന്ത്. ഓക്കെ, അങ്ങനെയാണ് പേയ്മെന്റ് ഓഫ് വേജസ് ആക്ട് കിട്ടിയത്. അപ്പൊ 2 ആക്ടുകൾ നമ്മൾ പഠിച്ചു. ഇന്ത്യൻ മെഡിക്കൽ കൗൺസിൽ ആക്ട് 33, പേയ്മെന്റ് ഓഫ് വേജസ് ആക്ട് 1936. നിങ്ങൾ എഴുതി വെക്കണോട്ടാ, നിങ്ങൾ എഴുതി വെച്ചോ. ഞാൻ റിപ്പീറ്റ് പറയുമ്പോ നിങ്ങളുടെ മനസ്സിൽ പതിയെ വേണം. അതുകൊണ്ടാണ് ഞാൻ വീണ്ടും റിപ്പീറ്റ് പറയണത്. അപ്പൊ 3 വർഷം, അപ്പൊ 33 കഴിഞ്ഞു. 3 വർഷം കഴിഞ്ഞിട്ടാണ് വേജസ് ആക്ട് വന്നത് 1936. നെക്സ്റ്റ് വന്നു ഇവിടെ വേജസ് ഒക്കെ അവർക്ക് കൂലിയൊക്കെ കൊടുത്തു അല്ലെ. കൂലിയൊക്കെ കൊടുത്തു കഴിഞ്ഞപ്പോ അവിടെ ഇൻഡസ്ട്രിയൽ ഡിസ്പ്യൂട്ട്സ് ആക്ട് വന്നു. എന്ന് വെച്ചാൽ എന്താ, കൂലി, ഒരാൾക്ക് കൂലി കൂടിപ്പോയി, ഒരാൾക്ക് കൂലി കുറഞ്ഞു പോയി എന്നും പറഞ്ഞ് അവിടുത്തെ വ്യവസായികൾ തമ്മിൽ തർക്കം നടന്നു. ഡിസ്പ്യൂട്ട്സ് നടന്നു, തർക്കം. ഓക്കെ, അപ്പൊ അവിടെ ഒരു ആക്ട് വന്നു. ഇങ്ങനൊന്നുമില്ല, ഞാൻ നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി ഒരു കഥ രൂപത്തിൽ പറയണതാണ് തർക്കം വന്നു എന്നൊക്കെ. ഓക്കെ, ഇതിങ്ങനെ ഓർഡറിൽ നിങ്ങളുടെ മനസ്സിൽ മെമ്മറിയിൽ കയറാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഡിസ്പ്യൂട്ട്സ്, തർക്കം എന്നൊക്കെ പറയണത്. മനസ്സിലാവുന്നുണ്ടാ? ഓക്കെ. അപ്പൊ എന്താ പറഞ്ഞേ, ഇതൊക്കെ കഴിഞ്ഞിട്ട് അപ്പൊ 33 കഴിഞ്ഞു, 36 കഴിഞ്ഞു. ഇനി ഡിസ്പ്യൂട്ട്സ് ആണ്. വേജ് കൊടുത്തതിന് ശേഷമാണ് അവിടെ തർക്കം വന്നത് അല്ലെ. വേജ് കൂലി കൊടുത്തതിന് ശേഷം അവിടെ തർക്കം വന്നു. ആ തർക്കം വന്നത് ഇൻഡസ്ട്രിയൽ ഡിസ്പ്യൂട്ട്സ് ആക്ട് ആയി മാറി. അത് വന്നത് 1947. എന്താ വന്നേ, തർക്കം വന്നത് 1947. അതെവിടെയാണ് നമ്മൾ നോക്കാം. അത് ഇവിടെ താഴെയുണ്ട്. ഇൻഡസ്ട്രിയൽ ഡിസ്പ്യൂട്ട്സ് ആക്ട് 1947. ഏറ്റവും മുകളിൽ കിടക്കണ ഇൻഡസ്ട്രിയൽ ഡിസ്പ്യൂട്ട്സ് ആക്ട് 1947. ഇത് വന്നത് ഹോസ്പിറ്റൽസ് കം അണ്ടർ ദ ടേം ഇൻഡസ്ട്രി. അത് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം പഠിച്ചതാ. അതുകൊണ്ട് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് അതിനെ കുറിച്ച് ഒന്നും പറയണില്ല. സിമ്പിൾ ആയിട്ട് പറയാം. ഈ ഇൻഡസ്ട്രിയിൽ എന്താ, ജീവനക്കാരുടെ എണ്ണം ഏകദേശം 50 എണ്ണം വേണം. 50-ൽ കുറയാൻ പാടില്ല. മിനിമം 50 പേരെങ്കിലും വേണം. തർക്കം ഉണ്ടാവണമെങ്കിൽ, ഡിസ്പ്യൂട്ട്സ് ഉണ്ടാവണമെങ്കിൽ 50 പേരെങ്കിലും വേണം. അതുപോലെ തന്നെ ഇതെന്തിനു വേണ്ടിയിട്ടുള്ളതാ, അതിന്റെ ഒബ്ജക്റ്റീവ്, അതിന്റെ ലക്ഷ്യം എന്താ, സമാധാനത്തിനും ഐക്യത്തിനും വേണ്ടിയാണ് ഇൻഡസ്ട്രിയൽ ഡിസ്പ്യൂട്ട്സ് ആക്ട് വന്നത്. തർക്കം എന്തിനു വേണ്ടിയിട്ടാ തർക്കം ഉണ്ടാവണേ, അവർക്ക് വേജ് കൂടി എനിക്ക് വേജ് കുറഞ്ഞെന്നും പറഞ്ഞാണ് വിചാരിക്കുക. അപ്പൊ അവർക്കൊരു സമാധാനം കൊടുക്കാൻ വേണം. പീസ് ആൻഡ് ഹാർമണി, ഐക്യത്തിന് വേണ്ടിയിട്ട് ഒരു ഇൻഡസ്ട്രിയൽ ഡിസ്പ്യൂട്ട്സ് ആക്ട് 1947 സ്ഥാപിച്ചു. ഓക്കെ, അതാണ് 1947 വന്നത് ഇൻഡസ്ട്രിയൽ ഡിസ്പ്യൂട്ട്സ് ആക്ട്. അപ്പൊ ഫസ്റ്റ് ഒരു മെഡിക്കൽ കൗൺസിൽ രൂപീകരിച്ചു 33-ല്. 3 വർഷം കഴിഞ്ഞപ്പോ അവർക്ക് കൂലി കൊടുക്കാനായിട്ട് ഒരു ആക്ട് വന്നു, പേയ്മെന്റ് ഓഫ് വേജ് ആക്ട് 1936. പേയ്മെന്റ് ഓഫ് വേജ് ആക്ട് വന്നതിന് ശേഷം അവർ തമ്മിൽ പതുക്കെ തർക്കങ്ങൾ നടന്നു. അങ്ങനെ ഒരു ആക്ട് വന്നു, ഇൻഡസ്ട്രിയൽ ഡിസ്പ്യൂട്ട്സ് ആക്ട് 1947. ഇൻഡസ്ട്രിയൽ ഡിസ്പ്യൂട്ട്സ് ആക്ട് വന്നു. ഈ ആക്ട് പ്രകാരം അവർ തമ്മിൽ എന്താ, ഐക്യവും പീസ് ആൻഡ് ഹാർമണി വന്നു. മിനിമം 50 പേരെങ്കിലും എംപ്ലോയീസ് ഉണ്ടായിരിക്കണം. അങ്ങനെയുള്ള ഒരു കണ്ടീഷൻ വന്നു. ഓക്കെ, ഈ 47-ല് വേറെ 2 ആക്ടും കൂടി വന്നിട്ടുണ്ട്. അടുത്തതാണ് നഴ്സിംഗ് കൗൺസിൽ ആക്ട് വന്നു. അപ്പൊ ഡിസ്പ്യൂട്ട്സ്, തർക്കങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് കുറച്ചു പേർക്ക്, ഇതിങ്ങനൊന്നുമില്ല, തർക്കങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് കുറച്ചു പേർക്ക് പരിക്ക് പറ്റി അല്ലെ. എന്തെങ്കിലും മുറിവ്, തർക്കങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും വീട്ടിൽ പള്ളി വരുമ്പോൾ എന്തെങ്കിലും മുറിവൊക്കെ വരില്ലേ. അപ്പൊ അവിടെ ആരിടപെട്ടു, നഴ്സുമാർ വന്നു ഇടപെട്ടു. അവിടെ ആര് വന്നു, അതേ വർഷം തന്നെ 1947 തർക്കങ്ങൾ നടക്കണത്. അപ്പൊ നഴ്സുമാർ വന്നതും 1947. അപ്പൊ അവിടെ ഒരു ആക്ട് രൂപീകരിച്ചു. എന്താ നഴ്സിംഗ് കൗൺസിൽ ആക്ട്. എന്താക്ടാണ് അവിടെ രൂപീകരിച്ചത്,
നഴ്സിംഗ് കൗൺസിൽ ആക്ട്, ഇന്ത്യൻ നഴ്സിംഗ് കൗൺസിൽ ആക്ട് 1947 രൂപീകരിച്ചു. അപ്പൊ 247 വന്നു. ഇന്ത്യൻ ഡിസ്പ്യൂട്ട്സ് ആക്ട് വന്നു. ഡിസ്പ്യൂട്ട് ഉണ്ടാവുമ്പോൾ അവിടെ കയ്യും കാലൊക്കെ മുറിയുമ്പോൾ അത് വെക്കാനായിട്ട് ആര് വരും? നഴ്സുമാർ വരും. നഴ്സുമാർ വരുമ്പോൾ അവിടെ ഒരു കൗൺസിൽ ആക്ട് രൂപീകരിച്ചു, നഴ്സിംഗ് കൗൺസിൽ ആക്ട് 1947, അതേ വർഷം തന്നെ. അതിലെന്താ പറഞ്ഞേക്കണേ? ഫോർമുലേറ്റ് ദ എഡ്യൂക്കേഷണൽ സ്റ്റാൻഡേർഡ് ആൻഡ് റിക്വയർമെന്റ്സ് ഫോർ രജിസ്ട്രേഷൻ ഓഫ് നഴ്സസ്. എന്താ പറഞ്ഞേ? നഴ്സുമാരുടെ രജിസ്ട്രേഷനുള്ള വിദ്യാഭ്യാസങ്ങളും അതിന്റെ മാനദണ്ഡങ്ങളും അതിന്റെ ആവശ്യങ്ങൾ എന്തൊക്കെയാണെന്നൊക്കെ അതൊക്കെ രൂപപ്പെടുത്തിയെടുക്കണം. എന്താ അവര് പറഞ്ഞേ? നഴ്സുമാർക്ക് വേണ്ട ആവശ്യങ്ങള്, അവർക്ക് ഒരുപാട് ആവശ്യങ്ങളും അവരെ മാനദണ്ഡങ്ങളും അവരെ കുറെ കാര്യങ്ങളുണ്ട്. അങ്ങനത്തെ എന്ത് കാര്യങ്ങളൊക്കെയാണോ അതിന്റെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഇന്ത്യൻ നഴ്സിംഗ് കൗൺസിൽ ആക്ട് 1947 വന്നത്. ഓക്കെ, മനസ്സിലാവുന്നുണ്ടോ മക്കളെ? നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? എന്താ? അപ്പൊ 3-4 വർഷം നമ്മൾ പഠിച്ചു. 47 ഡിസ്പ്യൂട്ട്സ് നടന്നപ്പോ അത് പരിഹരിക്കാൻ നഴ്സുമാർ വന്നു. നഴ്സുമാർ വന്നപ്പോ ഇന്ത്യൻ നഴ്സിംഗ് ആക്ട് വന്നു, അതേ വർഷം 1947. ഓക്കെ, അത് കഴിഞ്ഞ് ഈ നഴ്സുമാര് വന്നു. നഴ്സിംഗ് ആക്ട് വന്നപ്പോ നഴ്സുമാർ വന്നു കഴിഞ്ഞാൽ ഇവർക്ക് സ്വാഭാവികമായിട്ട് എന്ത് കൊടുക്കണം? നഴ്സുമാർക്ക് കൂലി കൊടുക്കണം. ഇവരവിടെ മുറിവ് പറ്റിയവർക്ക് വേണ്ടി പരിചരിച്ചു അല്ലേ? അപ്പൊ ഇവർക്ക് കൂലി കൊടുക്കണ്ടേ? ഈ കൂലി കൊടുക്കാനായിട്ട് അവിടെ ഒരു ആക്ടും കൂടി വന്നു. നഴ്സുമാരുടെ ആക്ട് കൂലി കൊടുക്കാൻ വേണ്ടി അവിടെ ഒരു ആക്ടും കൂടി വന്നു. അതെന്താക്ടാണ്? പേയ്മെന്റ് ഓഫ് മിനിമം വേജ് ആക്ട്. അതെന്താക്ട്? മിനിമം വേജ് ആക്ട് വന്നു. നമ്മൾ പഠിച്ചതാണ് 1948. പിന്നത്തെ വർഷം നഴ്സുമാര് 47 വന്നു. അവർക്ക് വേജ് കൊടുക്കണം. മിനിമം വേജ് ഇത്ര ആയിരിക്കണം ഒരു നഴ്സിന് മിനിമം വേജ് കൊടുക്കാൻ വേണ്ടിയിട്ട് പിന്നത്തെ വർഷം 47 കഴിഞ്ഞു. പിന്നത്തെ വർഷം 1948 ഒരാക്ടും കൂടി വന്ന്, അതാണ് മിനിമം വേജ് ആക്ട്. അത് നമ്മളിവിടെ പഠിച്ചതാണ്. മിനിമം വേജ് ആക്ട് ഡിഫറെന്റ് ഗ്രൂപ്പ് ഓഫ് വർക്കേഴ്സ് എംപ്ലോയീസ്, പല ഗ്രൂപ്പുകളിലുള്ള വർക്കേഴ്സിന് വേണ്ടിയിട്ട്. ഓക്കെ, അപ്പൊ മിനിമം വേജ് ആക്ട് 1948 വന്നു. അപ്പൊ നമ്മൾ ഒന്നൊരിക്കൽ കണക്ട് ചെയ്ത് നോക്കിയാൽ 33 ഒരു കൗൺസിൽ രൂപീകരിച്ചു, മെഡിക്കൽ കൗൺസിൽ ഇല്ലേ? പിന്നെ 36 വർഷം കഴിഞ്ഞപ്പോ അവർക്ക് പേയ്മെന്റ് കൊടുത്തു, കൂലി കൊടുത്തു, പേയ്മെന്റ് ഓഫ് വേജ് ആക്ട്. അത് കഴിഞ്ഞിട്ട് അവിടെ തർക്കങ്ങളൊക്കെ നടന്നു. 1947 ഇൻഡസ്ട്രിയൽ ഡിസ്പ്യൂട്ട്സ് ആക്ട്. ഇത് പരിഹരിക്കാനായിട്ട് നഴ്സുമാർ വന്നു. ഇന്ത്യൻ നഴ്സിംഗ് കൗൺസിൽ ആക്ട് 1947 തന്നെ. അത് കഴിഞ്ഞ് 1 വർഷം കഴിഞ്ഞപ്പോ എന്ത് വന്നു? ഒരു മിനിമം വേജ് കൂലി കൊടുക്കണ്ടേ? 1948. ഓക്കെ, 48 വേറെ വന്നിട്ടുണ്ട്. പിന്നെന്താ 48 വന്നേ? 48 പിന്നെ വന്ന ഒരു ആക്ടാണ് എംപ്ലോയി സ്റ്റേറ്റ് ഇൻഷുറൻസ് ആക്ട്. ഈ എംപ്ലോയീസിന് മിനിമം വേജ് മാത്രം കൊടുത്താൽ മതിയാ? മിനിമം വേജ് മാത്രം കൊടുത്താൽ പോരാ, അവർക്ക് എന്ത് കൊടുക്കണം? അവർക്ക് എംപ്ലോയീസ് സ്റ്റേറ്റ് ഇൻഷുറൻസ് കൊടുക്കണം. അവർക്ക് ഇൻഷുറൻസ് വേണം. അവരുടെ ജീവന് വേണ്ടിയിട്ട് ഒരു ഇൻഷുറൻസ് പോളിസി, അവർക്ക് ലൈഫിന് വേണ്ടിയിട്ട് ഒരു സെറ്റിൽ ആവാൻ ഒരു ഇൻഷുറൻസ് വേണം. അത് 1948 തന്നെ കൊടുത്തു. അപ്പൊ 48 മിനിമം വേജ് ആക്ട്, പിന്നെ ഇൻഷുറൻസ് ആക്ട്, എംപ്ലോയീസിനുള്ള ഇൻഷുറൻസ് ആക്ട് 1948 വന്നു. ആ ഇൻഷുറൻസ് ആക്ടിൽ 2-3 പോയിന്റ്സ് പറയുന്നുണ്ട്. എന്തിനു വേണ്ടിയാ? മെഷർ ഓഫ് സോഷ്യൽ ആൻഡ് ഹെൽത്ത് ഇൻഷുറൻസ്. സോഷ്യൽ ഹെൽത്ത് ഇൻഷുറൻസ് സാമൂഹിക ആരോഗ്യ ഇൻഷുറൻസ് ആണ്. എന്ത് ഇൻഷുറൻസാ? സാമൂഹിക ആരോഗ്യ ഇൻഷുറൻസ്. രണ്ടാമത് എന്താ പറയണേ? പ്രൊവൈഡ്സ് ഫിനാൻഷ്യൽ ആൻഡ് മെഡിക്കൽ ബെനിഫിറ്റ്സ് to industrial employees as a precaution against sickness, maternity and employment related injury. എന്താ പറഞ്ഞേ? വ്യവസായിക ജീവനക്കാർക്ക്, അവിടെ ജോലി ചെയ്യുന്ന എംപ്ലോയീസിന് അസുഖം, പ്രസവം, തൊഴിൽ സംബന്ധമായ എന്തെങ്കിലും പരിക്കുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവർക്കൊക്കെ എന്ത് കൊടുക്കണം? ഈ ഇൻഷുറൻസ് കൊടുക്കണം. വേണ്ടേ? ഇത് നമുക്കറിയാം. വലിയ കമ്പനിയിലൊക്കെ ജോലി ചെയ്യുന്നവർക്ക് ഇൻഷുറൻസ് എടുക്കും അവരുടെ ലൈഫിന്. വേണ്ടേ? അത് വേണ്ടിയിട്ട് ഒരു പ്രിക്വേഷൻ ആണ്, അവർക്കുള്ള ഒരു മുൻകരുതല്
അല്ലെ? അപ്പൊ ജോലിയുടെ അപ്പൊ എന്തിനുള്ള കാര്യങ്ങൾക്കൊക്കെയാണ് ഇൻഷുറൻസ് എന്നാണ് പറയുന്നത്. എന്തിനുള്ള കാര്യങ്ങൾക്കാ? പ്രസവ സംബന്ധമായിട്ട് പ്രസവത്തിന് കൊടുക്കൂ. പിന്നെ തൊഴിൽ സംബന്ധമായിട്ട് എന്തെങ്കിലും മുറിവുകള്, പരിക്കുകള്, കാലൊടിവുകള് അങ്ങനെ എന്തെങ്കിലും കൊടുക്കും. പിന്നെ വ്യാവസായിക ജീവനക്കാർക്ക് ഇങ്ങനെയുള്ളവർക്ക് കൊടുക്കുന്നതാണ് എന്ത്? ഈ ഇൻഡസ്ട്രി വ്യവസായ എന്താക്ടാണ്? ഇൻഷുറൻസ് ആക്ട്. എന്താക്ടാണ്? ഇൻഷുറൻസ് ആക്ട്. പിന്നെന്തിനാ ഇൻഷുറൻസ് ആക്ട് കൊടുക്കണേ? മൊത്തം വേതനം ഇതെങ്ങനെ കൊടുക്കണത്? 4%, 4% ഇമ്പോർട്ടന്റ് ആണ്, അണ്ടർലൈൻ ചെയ്തിടാം. എംപ്ലോയീസിന്റെ 4% ഓഫ് ദ ടോട്ടൽ വേജ്, അവരുടെ കൂലിയിൽ നിന്ന് ടോട്ടൽ വേജ് എത്രയാണോ അതിന്റെ 4% ഇൻഷുറൻസ് വേണം. പിന്നെന്താ? ESI ഈസ് നോട്ട് ആപ്ലിക്കബിൾ. ഇതിന് ESI വേണ്ട. എങ്ങനെയുള്ളതിന് ESI വേണ്ട? എങ്ങനെയുള്ളതിനാ? ഹോസ്പിറ്റലിൽ ഉടമകള് തൊഴിലാളികൾക്ക് കൊടുക്കണം. ഹോസ്പിറ്റൽ ഉടമകള് തൊഴിലാളികൾക്ക് ഫ്രീ ട്രീറ്റ്മെന്റ് കൊടുക്കുന്നുണ്ട്. ഇന്ന ഹോസ്പിറ്റലിൽ ജോലി ചെയ്യുന്നവർക്ക് അവരവരുടെ ഹോസ്പിറ്റലിൽ അവർ ഏത് ഹോസ്പിറ്റലാണ് ജോലി ചെയ്യണേ അവർക്ക് എന്ത് വന്നാലും കാശൊന്നും വേണ്ട, ഫ്രീ ആയിട്ട്. അങ്ങനെയുള്ളവർക്ക് ESI ആപ്ലിക്കബിൾ അല്ല. ESI ഈസ് നോട്ട് ആപ്ലിക്കബിൾ. ഓക്കെ. പിന്നെ മെഡിക്കൽ പ്രൊഫഷണൽസ് ഉള്ളവർക്കും ഈ ആക്ട് ബാധകമാണ്. മെഡിക്കൽ പ്രൊഫഷണൽ എന്ന് വെച്ചാൽ ജോലി ചെയ്യുന്ന ഡോക്ടേഴ്സ്, ഹോസ്പിറ്റലിൽ മെഡിക്കലായിട്ട് ബന്ധപ്പെട്ട ആരാണോ അവർക്കൊക്കെ ഈ ആക്ട് ഇമ്പോർട്ടന്റ് ആണ്, ഇൻഷുറൻസ് ആക്ട്. അപ്പൊ ഇൻഷുറൻസ് ആക്ട് വന്നത് 1948. ഓക്കെ. അപ്പൊ ആദ്യം വന്ന ആക്ട് മിനിമം വേജ് ആക്ട്. അവർക്ക് മിനിമം വേജ് കൊടുക്കണം എന്നൊരു 1948 വന്നു. അതിനോടൊപ്പം തന്നെ അവർക്ക് തൊഴിലാളികൾക്ക് ഇൻഷുറൻസ് കൊടുക്കണം എന്നുള്ള ആക്ടും വന്നു 1948. ഓക്കെ. നെക്സ്റ്റ് 48 ഒരെണ്ണം കൂടി വന്നിട്ടുണ്ട്. അതാണ് മിനിമം വേജ് ഒക്കെ കൊടുത്തു, ഇൻഷുറൻസ് ഒക്കെ കൊടുത്തു. ഇത് മാത്രം കൊടുത്താൽ മതിയാ? അവിടെ ഇവർക്ക് പരിക്ക് പറ്റിക്കഴിഞ്ഞാൽ ഇവർക്ക് മരുന്ന് കൊടുക്കണം, വേണ്ടേ? ഈ മരുന്ന് കൊടുക്കണമെങ്കിൽ പുറത്തു പോയി മേടിക്കണമെങ്കിൽ കാശ് കൊടുക്കണ്ടേ? അപ്പൊ അവരുടെ ഹോസ്പിറ്റലിൽ ഈ മരുന്നിന്റെ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എന്താ കാശ് കൊടുക്കണ്ട, അല്ലെ? അതാണ് അപ്പൊ അവിടെ അവർ വിചാരിച്ചു ഇവിടെ ഒരു ഫാർമസി സ്ഥാപിക്കണം. ഇവിടെ എന്ത് വേണം? ഒരു ഫാർമസി വേണം. അതുകൊണ്ട് അതേ വർഷം തന്നെ 1948 ഒരു ഫാർമസി ആക്ട് വന്നു. ഓക്കെ. അപ്പൊ 1948 എന്ത് വന്നു? ഫാർമസി ആക്ട്. അപ്പൊ 3 ആക്ട് 1948 വന്നു. അപ്പൊ ഈ ഫാർമസി ആക്ടിൽ എന്താ 3 കാര്യങ്ങൾ പറയുന്നുണ്ട്. ഡീൽസ് വിത്ത് ദ എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് ഫാർമസീസ് ആൻഡ് ഡ്രഗ്സ്. പിന്നെന്താ? ഡ്രഗ് സ്റ്റോഴ്സ് ആൻഡ് പ്രൊഫഷണൽ ഓഫ് ഫാർമസിസ്റ്റ് എന്ന് വെച്ചാൽ എന്താ? ഇതിൽ മെയിൻ ആയിട്ട് പറയണത് ഫാർമസിസ്റ്റ് ഇത് സ്ഥാപിച്ചത് ഡ്രഗ് സ്റ്റോർ, മരുന്നുകൾ സ്റ്റോർ ചെയ്യാനായിട്ട്, അല്ലെ? നമുക്കറിയാം ഫാർമസിയിൽ എന്തായിരിക്കും? മരുന്നുകള്, അല്ലെ? ഹോസ്പിറ്റലിൽ നിന്നുള്ള മരുന്നുകൾ അത് സ്റ്റോർ ചെയ്യണത് ആ ഫാർമസി. അവിടെ എ ഹോസ്പിറ്റൽ ഹാസ് ടു അറ്റൻഡൈൻ ഡ്രഗ് ലൈസൻസ് ഇറ്റ്സെൽഫ് ഡ്രഗ് അക്രോസ് ദ കൗണ്ടർ എന്ന് വെച്ചാൽ എന്താ? അവർക്ക് ഈ ഡ്രഗ് മരുന്ന് നമ്മൾ കൊടുക്കണമെങ്കിൽ അവർക്ക് എന്ത് വേണം? ഹോസ്പിറ്റലിന് ഒരു ഫാർമസി തുടങ്ങണമെങ്കിൽ ഹോസ്പിറ്റലിന് എന്ത് വേണം? ലൈസൻസ് വേണം, ഡ്രഗ് ലൈസൻസ്. അണ്ടർലൈൻ ചെയ്യാം. എ ഹോസ്പിറ്റൽ ഹാസ് ടു അറ്റൈൻ എ ഡ്രഗ് ലൈസൻസ്. ഹോസ്പിറ്റലിന് ലൈസൻസ് വേണ്ട, അല്ലാണ്ട് ഹോസ്പിറ്റലിൽ ഫാർമസി തുടങ്ങാൻ പറ്റില്ല. ഓക്കെ. പിന്നെ ഓൺലി രജിസ്റ്റേർഡ് ഫാർമസിസ്റ്റ് ക്യാൻ ഡിസ്ട്രിബ്യൂട്ട് ഡ്രഗ്. മരുന്ന് എങ്ങനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണത്, വിതരണം ചെയ്യണത്? രജിസ്റ്റേർഡ് ചെയ്ത ഫാർമസിക്ക് മാത്രമേ മരുന്ന് കൊടുക്കാൻ പറ്റുള്ളൂ. ഈ ആക്ടിലെ കാര്യങ്ങളൊക്കെ 3 എണ്ണം നിലവിൽ പാലിച്ചാൽ മാത്രമേ ഈ ആക്ട് പ്രകാരം നമുക്ക് മരുന്ന് കിട്ടുള്ളൂ. ഓക്കെ. അപ്പൊ 1948 3 ആക്ടാണ് വന്നത്. മിനിമം വേജ് ആക്ട് വന്നു. അതുപോലെ തന്നെ ഇൻഷുറൻസ്, മിനിമം വേജ് മാത്രം പോരാ, ഇൻഷുറൻസും കൊടുക്കണം. ഇൻഷുറൻസ് മാത്രം പോരാ, അതേ വർഷം തന്നെ ഫാർമസിയും കൊടുക്കണം, മരുന്നുകൾ കൊടുക്കണം. മരുന്നുകൾ കൊടുക്കണമെങ്കിൽ മരുന്നിന്റെ ആ സ്റ്റോർ വേണം. ആ മരുന്നിന്റെ ഡ്രഗ് സ്റ്റോർ ആണ് നമ്മുടെ ഫാർമസി. അപ്പൊ ഫാർമസി ആക്ട് വന്നത് 1948. ഓക്കെ. എല്ലാവരും എഴുതി വെക്കണില്ലേ ഓർഡറില്? എത്ര നാളിന്ന് ഓർമ്മയുണ്ട് ആർക്കെങ്കിലും? എത്ര നാളിന്ന് ഓർമ്മയുണ്ട? ഓക്കെ. നെക്സ്റ്റ് നമ്മൾ എന്ത് ചെയ്തു? ഫാർമസി വന്നു, മരുന്നുകളൊക്കെ വിതരണം ചെയ്തു. അപ്പൊ അവിടുത്തെ ജീവനക്കാർക്ക് ഓക്കെ 7 എണ്ണായി. അപ്പൊ അവിടുത്തെ ജീവനക്കാർക്കൊക്കെ എന്തായി? മരുന്ന് വന്നു, ഒരു മിനിമം വേജ് കിട്ടി, ഇൻഷുറൻസും കിട്ടി. അപ്പൊ ഒരുവിധ പ്രായമായി അവർക്ക്, അല്ലെ? 1948 വരെ എത്തി. 33 സ്റ്റാർട്ട് ചെയ്തതാ
മെഡിക്കൽ കൗൺസിൽ ആക്ട് 33 സ്റ്റാർട്ട് ചെയ്ത് അന്ന് തുടങ്ങിയുള്ള ജീവനക്കാരാണെങ്കിൽ 1948 ആവുമ്പത്തിനും ഒരുവിധം പ്രായമായിട്ടുണ്ടാവും ഇല്ലേ? അപ്പൊ ഈ പ്രായമായവർക്ക് നമ്മൾ എന്താ കൊടുക്കുക? ഹോസ്പിറ്റലില് ഒരു പ്രായമായവർക്ക് പ്രൊവിഡന്റ് ഫണ്ട് ഇല്ലേ? പ്രൊവിഡന്റ് ഫണ്ട് കൊടുക്കണത് ഒരുവിധം നമ്മൾ പെൻഷനൊക്കെ ഗവൺമെന്റ് ജോലിക്കാണെങ്കിൽ പെൻഷൻ ആവണ ആ സമയത്തൊക്കെയാണ് പ്രൊവിഡന്റ് ഫണ്ട് കൊടുക്കുക അല്ലെ? അപ്പൊ പ്രൊവിഡന്റ് ഫണ്ട് വന്നു 1952 1952 പ്രൊവിഡന്റ് ഫണ്ട് വന്നു. ഇത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതാണ്. ഞാനത് ഡീറ്റെയിൽ ആയിട്ടൊന്നും പറയണില്ല. 1952 കുറച്ചും കൂടി ഏജ് ആയി, അവര് ജീവനക്കാർക്ക് വയസ്സായി, അപ്പൊ അവർക്ക് പെൻഷൻ ആവാനായി. അപ്പൊ ഒരു പ്രൊവിഡന്റ് ഫണ്ട് കൊടുത്തു. ആ പ്രൊവിഡന്റ് ഫണ്ട് വന്നത് 1952. അതിന്റെ മെയിൻ പ്രത്യേകത എന്ന് പറയുന്നത് ഈ പ്രൊവിഡന്റ് ഫണ്ട് കൊടുക്കണമെങ്കിൽ അവിടുത്തെ എംപ്ലോയീസ് മിനിമം എത്ര വേണം? 20 പേരെങ്കിലും വേണം. എത്ര വേണം? 20 പേരെങ്കിലും വേണം. എന്നാൽ മാത്രമേ ഇത് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെന്താ അവിടെ പറഞ്ഞ തൊഴിലുടമ ജീവനക്കാരിൽ നിന്ന് നിശ്ചിത തുക ഈടാക്കുകയും അത് പിന്നീട് എന്ത് ചെയ്യും? ജീവനക്കാർക്ക് തുല്യമായിട്ട് സംഭാവന ചെയ്യുകയും കൊടുക്കുന്നതാണ് ഈ പ്രൊവിഡന്റ് ഫണ്ട്. ഇത് നമ്മൾ കഴിഞ്ഞ ഫസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞത് കൊണ്ട് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ഒന്നും പറയണില്ല. നിങ്ങൾ വർഷം മാത്രം ഓർത്തിരുന്നാൽ മതി. പ്രൊവിഡന്റ് ഫണ്ട് ആക്ട് 1952. ഓക്കെ, നെക്സ്റ്റ് എന്താ വന്നത്? നെക്സ്റ്റ് 52 കഴിഞ്ഞിട്ട് കുറച്ചും കൂടി ഇതായി കഴിഞ്ഞപ്പോ അവർക്ക് എന്താ? ബോണസ് കൊടുക്കണം. ഓക്കെ, ഒരു മിനിറ്റ് എല്ലാവരും ഒന്ന് വായിച്ചേക്ക്. ഓക്കെ ഓക്കെ, അപ്പൊ പ്രൊവിഡന്റ് ഫണ്ട് വന്നത് 1952. പിന്നെ വന്ന ആക്ടാണ് ബോണസ്. കുറെയൊക്കെ കഴിഞ്ഞിട്ട് ഇവർക്ക് എന്ത് കൊടുക്കണം? ബോണസ് കൊടുക്കണം ഇല്ലേ? ബോണസ് ഒക്കെ കൊടുക്കണത് ഏകദേശം ഒരു 65 വയസ്സൊക്കെ ആവുമെന്ന് വിചാരിക്കുക. അപ്പൊ 1965 ഒരു പേയ്മെന്റ് ഓഫ് ബോണസ് ആക്ട് ബോണസ് കൊടുത്തു. ഈ ബോണസ് കൊടുക്കണമെങ്കിൽ എംപ്ലോയീസ് എത്ര പേരെങ്കിലും ഉണ്ടായിരിക്കണം? 40 പേരെങ്കിലും ഉണ്ടായിരിക്കണം. ബോണസ് കൊടുക്കണമെങ്കിൽ എംപ്ലോയീസ് എത്ര പേരുണ്ടായിരിക്കണം? 40 പേരെങ്കിലും ഉണ്ടായിരിക്കണം. ഓക്കെ, പിന്നെന്താ? ചാരിറ്റബിൾ ഓർ നോൺ പ്രോഫിറ്റബിൾ ഹോസ്പിറ്റൽ എന്താ സ്പെയർഡ് എന്ന് വെച്ചാൽ എന്താ? ഇതില് ഒഴിവാക്കപ്പെടുന്ന 2 ആൾക്കാരാണ് ചാരിറ്റബിൾ കൊടുക്കണ അവർക്ക് വേണ്ട, അവർക്ക് ബോണസ് കൊടുക്കേണ്ട കാര്യമില്ല. അവർ ചാരിറ്റബിൾസ്, അങ്ങനെ അവർക്ക് കൊടുക്കണ്ട. പിന്നെ ലാഭം മേടിക്കാത്ത ഹോസ്പിറ്റൽസ് അവർക്കും എന്ത് വേണ്ട? ബോണസ് വേണ്ട. അപ്പൊ ഈ 2 പേരെ ഇതിൽ നിന്നും ഒഴിവാക്കാം. ചാരിറ്റബിൾ അല്ലെങ്കിൽ നോൺ പ്രോഫിറ്റബിൾ ഹോസ്പിറ്റൽസ് എന്ന് വെച്ചാൽ ഒഴിവാക്കുക, അവരെ ഒഴിവാക്കാം. ഓക്കെ, അപ്പൊ ഇവർക്ക് ബോണസ് പ്രൊവിഡന്റ് ഫണ്ട് 52, അത് കഴിഞ്ഞ് 65 ആയപ്പോ ഇവർക്ക് ബോണസ് കൊടുത്തു. പിന്നീട് ഇവർക്ക് എന്ത് കിട്ടി? ഇത് ഇത്രയും വർഷം ജോലി ചെയ്താലേ, അപ്പൊ ഇവർക്ക് ഒരു ബോണസ് കൊടുക്കണം. ഓണം ക്രിസ്മസ് ഒക്കെ വരുമ്പോൾ ബോണസ് കൊടുക്കണം. അതിനൊരു ബോണസ് ആക്ട് വന്നു. ആ ബോണസ് ആക്ടിൽ മിനിമം 40 എംപ്ലോയീസ് എങ്കിലും ഉണ്ടായിരിക്കണം. ഇത് ബാധകമല്ലാത്ത 2 പേരാണ് ചാരിറ്റബിളും നോൺ പ്രോഫിറ്റബിൾ ഹോസ്പിറ്റൽസും. ഓക്കെ, അതെല്ലാം കഴിഞ്ഞു. 9 ആക്ട് കഴിഞ്ഞു. 10ാമത്തെ അവസാനമായിട്ട് അവരൊക്കെ പിരിഞ്ഞു പോകാനായി ഹോസ്പിറ്റലിൽ അല്ലെ? അവര് ജോലിയൊക്കെ ചെയ്ത് അവരെന്താ അത്രയും വർഷം ജോലി ചെയ്ത് കഴിഞ്ഞപ്പോ അവര് കുറെ ഏജ് ഒക്കെ ആയി. അപ്പൊ അവര് പിരിഞ്ഞു പോവാണ്. പിരിഞ്ഞു പോകുമ്പോ അവർക്ക് എന്താ കൊടുക്കണേ? ലാസ്റ്റ് അവർക്ക് കൊടുക്കണത് ഗ്രാറ്റുവിറ്റി. എന്താ കൊടുക്ക? ഗ്രാറ്റുവിറ്റി, പേയ്മെന്റ് ഓഫ് ഗ്രാറ്റുവിറ്റി ആക്ട്. അത് 1972 72 വയസ്സ് എന്നൊക്കെ പറയുമ്പോ നിങ്ങൾ ഓർക്കാം. ശരിക്കും 72 വയസ്സല്ല, ഞാൻ നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയാണ് 65 വയസ്സ് 75 വയസ്സ് എന്നൊക്കെ പറയണത്. ഓക്കെ, നിങ്ങളുടെ മനസ്സിൽ ഉണ്ടാവാൻ വേണ്ടിയിട്ട്, വർഷം ഓർക്കാൻ വേണ്ടിയിട്ടാ. 72 വയസ്സിലല്ലേ നമ്മൾ പെൻഷനൊക്കെ ആവണ പ്രായം ഒരു ഗ്രാറ്റുവിറ്റി കിട്ടണത്.
അത് നിങ്ങളെ മനസ്സിൽ ഓർക്കാൻ വേണ്ടിയിട്ടാണ്. നാളെ ഗ്രാറ്റുവിറ്റി ആക്ട് നിങ്ങൾക്ക് ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചാൽ 65, 72 കിടക്കുമ്പോ നിങ്ങൾ ഓർക്കണം, ഏറ്റവും ലാസ്റ്റ് ആണ്, പെൻഷനായി പോയി. അപ്പൊ 72 72 വയസ്സ്. മനസ്സിലായ? അതിന് വേണ്ടിയിട്ട് ഞാൻ ഇങ്ങനെ പറഞ്ഞെന്നുള്ളൂ, നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി. ഓക്കെ, അപ്പൊ പേയ്മെന്റ് ഓഫ് ഗ്രാറ്റുവിറ്റി ആക്ട് വന്നത് 1972 വന്നു. ഇതിന് മിനിമം എത്ര? 10 പേര് എംപ്ലോയീസ് എങ്കിലും ഉണ്ടായിരിക്കണം. ഇതിൽ എംപ്ലോയീസ് എത്ര പേരുണ്ടായിരിക്കണം? 10 എംപ്ലോയീസ് എങ്കിലും ഉണ്ടായിരിക്കണം. പിന്നെന്താ ഇതിൽ പറയണേ? ഗ്രാറ്റുവിറ്റി ഈസ് പേയബിൾ ടു എംപ്ലോയീസ് at 15 days pay for every completed year of service at the time of his or her superannuation or death. എന്ന് വെച്ചാൽ എന്താ? ഇതില് ഈ ജീവനക്കാരില് ഓരോ വർഷത്തിനും 15 ദിവസത്തെ ശമ്പളത്തിൽ നിന്ന് ഓരോ വർഷം 15 ദിവസത്തെ ശമ്പളത്തില് ഗ്രാറ്റുവിറ്റി കൊടുക്കണം. അങ്ങനെ പറയണേ. ഓരോ വർഷം ഗ്രാറ്റുവിറ്റി പേയബിൾ ടു എംപ്ലോയീസ് 15 days every completed year of service time of. അത് ഓരോ വർഷം കഴിയുമ്പോൾ, അവരെല്ലാ വർഷം കഴിയുമ്പോൾ ആ 15 ദിവസത്തെ ശമ്പളത്തിന്റെ ഗ്രാറ്റുവിറ്റി വേണം കൊടുക്കാൻ. വെറുതെ എമൗണ്ട് കൊടുത്താൽ പോരാ. 15 ദിവസം അവർ ജോലി ചെയ്തിട്ട് ആ 15 ദിവസത്തിന് എത്ര ശമ്പളമാണോ അവർക്ക് കിട്ടുന്നത് അത് വേണം ഗ്രാറ്റുവിറ്റി എമൗണ്ട് ആയിട്ട് കൊടുക്കാൻ. അത് കൊടുക്കാൻ മിനിമം 10 പേരെങ്കിലും ഉണ്ടായിരിക്കണം. ഓക്കെ, പിന്നെന്താ പറഞ്ഞേ? 5 വർഷമെങ്കിലും സർവീസ് പൂർത്തിയായിരിക്കണം. ക്യാൻ ബി അപ്ലൈഡ് 5 years സർവീസ് കംപ്ലീറ്റഡ് വർക്കേഴ്സ്. അവര് 5 വർഷമെങ്കിലും അവിടെ നിന്ന് ജോലി പൂർത്തീകരിക്കണം. 33 തുടങ്ങിയ സ്റ്റാഫ് ഒക്കെ ആണെങ്കിൽ 72 ആയിരിക്കും. എത്ര വർഷമായിട്ടുണ്ടാവും? അപ്പൊ അവർക്ക് ഗ്രാറ്റുവിറ്റിക്ക് കിട്ടും അല്ലെ? പിന്നെന്താ? 1 year ഇൻ കേസ് ഓഫ് ഡെത്ത്. മരിക്കുന്ന പേഷ്യന്റും ആ കേസ് മരിച്ചാണെങ്കിൽ അവർക്ക് 1 വർഷം മതി. 1 year ഇൻ കേസ് ഓഫ് മരണം സംഭവിച്ചാൽ. ഓക്കെ, അപ്പൊ ഇത്രയും ആക്ടുകളാണ്. 10 ആക്ടുകൾ നമ്മൾ പഠിച്ചില്ലേ? എല്ലാവരും എഴുതിയെടുത്ത 10 ആക്ട്. സിമ്പിൾ അല്ലേ? ഇങ്ങനെ പറഞ്ഞപ്പോ നിങ്ങൾക്ക് മനസ്സിലായ? ആരും ഒരു റെസ്പോണ്ട് ചെയ്യണില്ലല്ലോ. ക്ലിയർ ആണ്? ഓക്കെ, ഒന്നും കൂടി ഓടിച്ച് ഞാൻ ഓരോ ആക്ട് ഒന്നും കൂടി പറയാം. ഫസ്റ്റ് തന്നെ നമ്മള് മെഡിക്കൽ കൗൺസിൽ, ഒരു മെഡിക്കൽ ഹോസ്പിറ്റൽ ഒരു കൗൺസിൽ രൂപീകരിച്ചു 1933. 3 വർഷം കഴിഞ്ഞപ്പോ അവർക്ക് വേജ് കൊടുക്കണം, ഒരു കൂലി കൊടുക്കണം. അതിന് പേയ്മെന്റ് ഓഫ് വേജ് ആക്ട് വന്നു 1936. അത് കഴിഞ്ഞ് പേയ്മെന്റ് ഒക്കെ കിട്ടിക്കഴിഞ്ഞപ്പോ അവിടെ ഭയങ്കര തർക്കങ്ങൾ നടന്നു. ഈ തർക്കങ്ങൾ നടന്നപ്പോ അവിടെ ഒരു ആക്ട് വന്നു, ഇൻഡസ്ട്രിയൽ ഡിസ്പ്യൂട്ട് ആക്ട്, തർക്ക ആക്ട്. ഈ ആക്ട് വന്നത് 1947. ഓക്കെ, ഈ ആക്ട് പരിഹരിക്കാനായിട്ട് ആര് വന്നു? നഴ്സുമാര് വന്നു. അപ്പൊ നഴ്സിംഗ് കൗൺസിൽ ആക്ട് വന്നു അതേ വർഷം തന്നെ. തർക്കങ്ങൾ പരിഹരിക്കുന്നത് ആ സമയത്തല്ലേ പരിഹരിക്കുള്ളൂ, കുറെ വർഷം കഴിഞ്ഞിട്ടല്ല. അപ്പൊ അതേ വർഷം തന്നെ തർക്കങ്ങൾ പരിഹരിക്കാൻ വന്നത് നഴ്സുമാരാണ്. അപ്പൊ അതേ വർഷം തന്നെ എന്ത് വന്നു? നഴ്സിംഗ് കൗൺസിൽ ആക്ട് വന്നു 1947 തന്നെ. ഓക്കെ, ഡിസ്പ്യൂട്ട്സ് ആക്ട് വന്നത് 1947. നഴ്സുമാരെ കൗൺസിൽ ആക്ട് വന്നത് 1947. അപ്പൊ ഇതൊക്കെ കഴിഞ്ഞപ്പോ അവർക്ക് വേജ് കൊടുക്കണം, ഒരു മിനിമം വേജ്. തർക്കങ്ങളൊക്കെ പരിഹരിച്ചതല്ലേ? അപ്പൊ അവിടുത്തെ സ്റ്റാഫ് എന്ന നിലക്ക് അവർക്ക് ഒരു മിനിമം വേജ് കൊടുത്തു. പിറ്റത്തെ വർഷം 47 നഴ്സിംഗ് വന്നു. പിന്നത്തെ വർഷം 48 എന്ത് വന്നു? മിനിമം വേജ് ആക്ട് വന്നു. ഓക്കെ, ഇതൊക്കെ വന്നു കഴിഞ്ഞപ്പോ അവർക്ക് വേജ് ആക്ട് മിനിമം മാത്രം പോരാ, അവർക്ക് ഇൻഷുറൻസ് വേണം. അതേ വർഷം തന്നെ ഇൻഷുറൻസ് ആക്ട് വന്നു. അത് പോരാ, ഇൻഷുറൻസ് ഒക്കെ കിട്ടിയാലും അവർക്ക് എന്തെങ്കിലും ഇൻഷുറൻസ് കിട്ടി കഴിഞ്ഞു മരുന്നൊക്കെ മേടിക്കണമെങ്കിൽ പുറത്തേക്ക് പോകണം. അപ്പൊ ഈ മരുന്നൊക്കെ മേടിക്കണമെങ്കിൽ ഒരു ഫാർമസി ആക്ട് വന്നു അതേ വർഷം തന്നെ 1948 ഫാർമസി ആക്ട് വന്നു. ഫാർമസി ആക്ട് ഒക്കെ വന്ന് അവർ ഹാപ്പി ആയിട്ട് ഇരിക്കണമെങ്കിൽ അവർക്ക് എന്ത് വേണം? ഒരുവിധം പ്രായമായി, കൊല്ലം കടന്നു പോയത്, അവർക്ക് പ്രൊവിഡന്റ് ഫണ്ട് കൊടുത്തു. 1952 പ്രൊവിഡന്റ് ഫണ്ട് കൊടുത്തു. ഇതൊക്കെ കഴിഞ്ഞിട്ട് അവർക്ക് ബോണസ് കൊടുക്കണം. ക്രിസ്മസ് വന്നു, പിന്നെന്താ ഓണൊക്കെ വന്നപ്പോ ബോണസ് കൊടുക്കണം. ഈ ബോണസ് ആക്ട് വന്നത് 1965. പിന്നെ ലാസ്റ്റ് കുറെ പേര് വയസ്സായി, പ്രായമായി, അവർക്ക് എന്താ റിട്ടയർഡ് ആവാനായി. റിട്ടയർഡ് ആവുന്ന സമയത്ത് കൊടുക്കണതാണ് ഗ്രാറ്റുവിറ്റി. 1972 ഗ്രാറ്റുവിറ്റി ആക്ട് വന്നു. ഓക്കെ,
അപ്പൊ ഈ 10 ആക്ടുകൾ ഇമ്പോർട്ടന്റ് ആണ്, വെരി വെരി ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ നിങ്ങൾ എല്ലാവരും എഴുതിയിരുത്തുന്ന വിചാരിക്കണേ, എല്ലാവരും ഇരുന്ന് പഠിക്കുക. ഓക്കെ, ഇനി ഈ ആക്ടുകളൊക്കെ ഒന്നും കൂടി ഒന്ന് വായിച്ച് നിങ്ങൾ നോക്കി. അപ്പോഴേക്കും നമുക്ക് അടുത്ത് നോക്കാം. ഞാനൊരു ഇത്തിരി വെള്ളം കുടിച്ചിട്ട് ഓടി വരാം. ഓക്കെ, ഓക്കെ അല്ലേ? ഓക്കെ, ഓക്കെ, എല്ലാവരും വായിച്ചു നോക്കിയില്ലേ? ഓക്കെ, നെക്സ്റ്റ് നമ്മുടെ അപ്പൊ ഇത്രയും കഴിഞ്ഞു ട്ടാ. ഇനി നമ്മൾ എടുക്കാൻ പോണത് ബർത്ത് ആൻഡ് ഡെത്ത് ആൻഡ് മാരേജ് രജിസ്ട്രേഷൻ ആക്ട്. ബർത്ത് ആൻഡ് ഡെത്ത് ആൻഡ് മാരേജ് രജിസ്ട്രേഷൻ, അതിന്റെ കാര്യങ്ങളാണ്. ജനന മരണ വിവാഹ രജിസ്ട്രേഷൻ. ഓക്കെ, ഇതിലെന്താ പറഞ്ഞേക്കണേ നോക്കാം നമുക്ക്. ഇതിലെന്താ പറഞ്ഞേക്കണേ? ഫോർമുലേറ്റ് ദ റെസ്പോൺസിബിലിറ്റീസ് ഓഫ് ഹോസ്പിറ്റൽസ് കൺസേണിങ് ഇൻഫോമിങ് ബർത്ത് ആൻഡ് ഡെത്ത് ഇൻ ഹോസ്പിറ്റൽസ്. എന്താ പറഞ്ഞേ? ഹോസ്പിറ്റലിലെ ജനന മരണങ്ങൾ അറിയിക്കുന്നതിനുള്ള ഹോസ്പിറ്റലിന്റെ ആ ഒരു റെസ്പോൺസിബിലിറ്റി, അതാണ് ഇവിടെ പറയണത്. എന്താ പറഞ്ഞേ? ഹോസ്പിറ്റലില് ഒരു കുട്ടി ജനിച്ചാല്, ഒരാള് മരിച്ചാല്, ഇതിന്റെ ഇൻഫർമേഷൻസ്, ഇതിന്റെ കാര്യങ്ങളൊക്കെ അവരെ അറിയിക്കുകയാണ് എന്നുള്ള ആ ഒരു റെസ്പോൺസിബിലിറ്റി ആർക്കുണ്ട്? ഹോസ്പിറ്റലിനുണ്ട്. അപ്പൊ അതിന് ഇത് അറിയിക്കാൻ വേണ്ടിയിട്ട്, ഇതിന്റെ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ആക്ട് വന്നതാണ്. അതാണ് ബർത്ത് ആൻഡ് ഡെത്ത് മാരേജ് രജിസ്ട്രേഷൻ ആക്ട്. ഓക്കെ, ദേ ഷുഡ് ബി notified immediately to the local municipal authority and registration office. എന്താ, നമ്മൾ ഇങ്ങനെ എന്തെങ്കിലും ഒരു കുട്ടി ജനിച്ചാൽ നമുക്ക് ബർത്ത് സർട്ടിഫിക്കറ്റ് കിട്ടണമെങ്കിൽ എന്താ, ഹോസ്പിറ്റലിൽ നിന്നാണോ ബർത്ത് സർട്ടിഫിക്കറ്റ് കിട്ടാ? അല്ല, ഹോസ്പിറ്റലിൽ നിന്ന് ഡീറ്റെയിൽ ഒക്കെ എടുത്തിട്ട് ഈ ബർത്ത് സർട്ടിഫിക്കറ്റ് എവിടെ പോകും? നമ്മുടെ അവിടുത്തെ അടുത്തുള്ള മുനിസിപ്പൽ അതോറിറ്റി അല്ലെങ്കിൽ രജിസ്ട്രേഷൻ ഓഫീസ്, അവിടേക്കാണ് പോണത്. നമ്മൾ അവിടെ പോയിട്ടാണ് ഇത് മേടിക്കുന്നത്. ഡെത്ത് സർട്ടിഫിക്കറ്റ് ആണെങ്കിലും ഇതിന്റെ കാര്യങ്ങൾ ഇവിടുന്ന് ഹോസ്പിറ്റലിൽ നിന്നെല്ലാം റെഡി ആക്കിയിട്ട് ഇത് നമ്മുടെ അടുത്തുള്ള ലോക്കൽ മുനിസിപ്പൽ അതോറിറ്റി അല്ലെങ്കിൽ രജിസ്ട്രേഷൻ ഓഫീസിലേക്ക് അറിയിക്കും. അവിടെ നിന്നാണ് നമ്മൾ പോയി മേടിക്കുന്നത്, അല്ലേ? അപ്പൊ അതാണ് പറഞ്ഞത് ബർത്ത് ആൻഡ് ഡെത്ത് മാരേജ് രജിസ്ട്രേഷൻ ആക്ട് എന്ന് പറഞ്ഞാൽ അതിന്റെ കാര്യങ്ങൾ അറിയിക്കാനുള്ള ഒരു ആക്ട് ആണ്. പിന്നെ അവരുടെ നോട്ടിഫൈ ഇമ്മീഡിയറ്റ്ലി, അവർ പെട്ടെന്ന് തന്നെ ലോക്കൽ മുനിസിപ്പൽ അതോറിറ്റി അല്ലെങ്കിൽ രജിസ്ട്രേഷൻ ഓഫീസിലോട്ട് അറിയിച്ച് നമ്മൾ അവിടെ പോയി കാര്യങ്ങൾ ചെയ്യും. ഓക്കെ, അപ്പൊ അത് അത്രയേ ഉള്ളൂ. നെക്സ്റ്റ് നമ്മള് ലോ ഓഫ് ടോർട്സ്. നമുക്ക് ഇന്ന് നമ്മുടെ ഈ പാഠം തീർക്കണം. നമുക്ക് ഇത് അടുത്ത ആഴ്ച പുതിയത് എടുക്കണം. നമുക്ക് തീർത്തോന്ന് അറിയില്ല, കുറച്ചുണ്ട്. പക്ഷെ സിമ്പിൾ ആണ്, നമ്മൾക്ക് അറിയണ എല്ലാരും നമ്മൾ വായിച്ച് വെറുതെ മനസ്സിലാക്കിയാൽ മതി. കാരണം എന്താ, നമ്മൾക്ക് അറിയണ കാര്യങ്ങളാണ്. ഓക്കെ, ഇപ്പൊ 10 ആക്ട് ആയിരുന്നു ഇത്തിരി പാടുണ്ടായിരുന്നത്, അത് ഞാൻ സിമ്പിൾ ആക്കി തന്നില്ലേ നിങ്ങക്ക്? അത് സിമ്പിൾ അല്ലേ? അതങ്ങനെ പഠിച്ചാൽ മതി. അത് കഥ പോലെ ഇരുന്ന് വെറുതെ വായിച്ചു നോക്കി. എന്റേതായ ഒരു കോഡാണ് ഞാൻ നിങ്ങൾക്ക് ഉണ്ടാക്കി തന്നത്. നിങ്ങൾ അത് വായിച്ചിട്ട് നിങ്ങൾക്ക് എന്ത് കോഡാണോ മനസ്സിലാവണേ അതിൻ്റെതായ രീതിയിൽ നിങ്ങൾ വായിച്ചു നോക്കാം. ഓക്കെ ഓക്കെ ഓക്കെ, ആരെങ്കിലും ഒരാളൊന്ന് തംസപ്പ് ഇട്ടേ. ഓക്കെ, അശ്വിൻ എപ്പോഴും എന്ത് ചോദിച്ചാലും ഇതാവണ്ടിട്ടാ. അത് ഒരു ബാക്കി എല്ലാവരും വെറുതെ ആണോ, ഒന്നും ഒരു ഇത് ഇടുന്നില്ല. അതിന്റെ ഇപ്പുറത്തെ ആരോ തമ്പൊക്കെ ഇടുന്നുണ്ട്, എനിക്കത് കാണാൻ പറ്റണില്ല. നിങ്ങൾ ഇങ്ങോട്ട് റെസ്പോണ്ട് ചെയ്താലല്ലേ ഞാൻ അങ്ങോട്ട് പറയണത് എനിക്ക് ഒരു സുഖം ഉണ്ടാവുള്ളൂ. ഇല്ലെങ്കിൽ ചുമ്മാ ഇങ്ങനെ ഇരുന്ന് പറഞ്ഞ് ഒന്നാമത് എന്റെ തൊണ്ടയ്ക്ക് സുഖമില്ല. അപ്പൊ ഓക്കെ, എന്നാ നമുക്ക് തുടങ്ങാം. ഇനി എന്താ, അപ്പൊ നമ്മുടെ അത് കഴിഞ്ഞു. ഇനി നെക്സ്റ്റ് ലോ ഓഫ് തോട്ട്സ്. തോട്ട്സ് എന്ന് പറയുന്നത് എന്താ? ഈ പീഡനങ്ങളെ പറയണ ഒരു ഒറ്റ ഇതാണ് തോട്ട്സ് എന്ന്, ഒറ്റ വാക്കാണ് ലോ ഓഫ് തോട്ട്സ് എന്ന് പറയുന്നത്.
ഇതൊന്നുമില്ല. ഇതിന്റെ വേർഡ് ഇത് ദ വേർഡ് ടോട്ട്സ് ഇസ് ഡിറൈവ്ഡ് ഫ്രം ദ ലാറ്റിൻ വേർഡ് ടോട്ടസ്. ഇതിന്റെ വേർഡ് വന്നത് ടോട്ടസ് എന്നാണ്. വിച്ച് മീൻസ് ട്വിസ്റ്റഡ് എന്ന് വെച്ചാൽ വളഞ്ഞത് അങ്ങനെയൊക്കെ, ഓർ ക്രൂക്കഡ് വളച്ചാന്നൊക്കെ. It defines any wrong injury or damage is done to the person for which civil suit can be brought. എന്താണ് അപ്പൊ ടോട്ട്സ് എന്ന് പറയുന്നത്? ടോട്ട്സ് എന്ന് പറയുന്നത് ഇതാണ് പറയണത്. എന്താ ടോട്ട്സ് എന്ന് പറയണേ? ഒരു സിവിൽ സ്യൂട്ട് കൊണ്ടുവരാൻ. സിവിൽ സ്യൂട്ട് എന്ന് വെച്ചാൽ സിവിൽ നിയമങ്ങൾ, ചെറുതായിട്ട് വലിയ കാര്യങ്ങളല്ല. സിവിൽ എന്ന് വെച്ചാൽ എന്താ? നമ്മുടെ ഈ പീഡനങ്ങള്, പിന്നെ സിവിൽ തെറ്റുകളില് ചെറിയ തെറ്റുകൾ എന്ന് വെച്ചാൽ കേസായിട്ട് ബന്ധപ്പെട്ടത്. പീഡനങ്ങൾ എന്നൊക്കെ പറയുമ്പോൾ അത് കേസായിട്ട് പോകും. അപ്പൊ അങ്ങനത്തെ ഇതിന്റെ കാര്യങ്ങള്, പിന്നെ എന്തെങ്കിലും ഇഞ്ചുറി, അതുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും ഡാമേജ്, അങ്ങനെ ഒരു ബുദ്ധിമുട്ടുകൾ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതിനൊക്കെ കൂടി ഒരുമിച്ച് കൊണ്ടുവരാനായിട്ടുള്ളതാണ് ലോ ഓഫ് ടോട്ട്സ് എന്ന് പറയുന്നത്. സിവിൽ സ്യൂട്ട്സുകളൊക്കെ, സിവിൽ സ്യൂട്ട് കൊണ്ടുവരാൻ കഴിയുന്ന ഏതെങ്കിലും ഒരു വ്യക്തിക്ക് എന്താ പറ്റാ, അവർക്ക് എന്തെങ്കിലും തെറ്റോ അവർക്ക് എന്തെങ്കിലും പരിക്കുകളോ ഡാമേജോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ പറ്റിയിട്ടുണ്ടെങ്കിൽ അതിനെ കുറിച്ച് പരിഹരിക്കാനാണ് ലോ ഓഫ് ടോട്ട്സ്. അതിന്റെ എക്സാമ്പിൾ ഇവിടെ താഴെ പറഞ്ഞിട്ടുണ്ട്. ആക്ട് ഓഫ് റോങ്ഫുൾ കമ്മീഷൻ, അൺനെസസറി ഓപ്പറേഷൻ എന്ന് വെച്ചാൽ എന്താ? തെറ്റായ കമ്മീഷൻ. ആക്ട് ഓഫ് റോങ്ഫുൾ കമ്മീഷൻ, തെറ്റായ എന്തെങ്കിലും കമ്മീഷൻ ഉണ്ടെങ്കിൽ അതിന്റെ ആക്ട് എന്ന് വെച്ചാൽ അനാവശ്യ പ്രവർത്തനങ്ങൾ, ആവശ്യമുള്ളതല്ല, തെറ്റായി. ഇപ്പൊ നമ്മുടെ ആക്ടിനെതിരായിട്ട് നമ്മളിപ്പോ ഇവിടെ 10 ആക്ട് പറഞ്ഞു. ഈ ആക്ടിനെതിരായിട്ട് അനാവശ്യ പ്രവർത്തനങ്ങൾ, ആവശ്യമുള്ളതില്ല, അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ലോ ഓഫ് ടോട്ട്സ് ആണ്. ഓക്കെ. പിന്നെ ആക്ട് ഓഫ് ഒമിഷൻ, ഓട്ടോപ്സി വിത്തൗട്ട് ഒബ്റ്റെയിൻ കൺസെന്റ് എന്ന് വെച്ചാൽ എന്താ? ഒമിഷൻ എന്ന് വെച്ചാൽ ഒഴിവാക്കുക, എന്തെങ്കിലും ഒഴിവാക്കേണ്ടത് സമ്മതം വാങ്ങാതെ ഉള്ള. എക്സാമ്പിൾ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ഓട്ടോപ്സി വിത്തൗട്ട് ഒബ്റ്റെയിൻ കൺസെന്റ്. ഓട്ടോപ്സി എന്ന് വെച്ചാൽ എന്താ? പോസ്റ്റ്മോർട്ടം ചെയ്യുക. ഓക്കെ. നമ്മളിപ്പോ ഒരു പേഷ്യന്റ് ആയാലും നമ്മുടെ റിലേറ്റീവ്സ് ആയാലും ആരെങ്കിലും മരിച്ചു കഴിഞ്ഞാൽ അവരുടെ പോസ്റ്റ്മോർട്ടം ചെയ്യണമെങ്കിൽ കൺസെന്റ് എഴുതി ഒപ്പിടണം. ഓക്കെ. ഒന്നല്ലെങ്കിൽ റിലേറ്റീവ് അങ്ങനെ ആരെങ്കിലും കൺസെന്റ് അവർ 3 ദിവസം വരെ നോക്കുന്ന പറയണത്. നമ്മൾ പോസ്റ്റ്മോർട്ടം ആളില്ലെങ്കിൽ എന്താ, അവർ 3 ദിവസം വരെ ആളില്ലെങ്കിൽ അതിന് വേണ്ടപ്പെട്ട അധികാരികൾ ഒപ്പിട്ട് കൊടുത്തിട്ടാണ് പോസ്റ്റ്മോർട്ടം ചെയ്യണത്. ഒരു ബോഡി പോസ്റ്റ്മോർട്ടം ചെയ്യണമെങ്കിൽ ആ ബോഡിയിലെ ബന്ധപ്പെട്ട റിലേറ്റീവ്സിന് വേണ്ടപ്പെട്ടവര് ഒപ്പിട്ട് കൊടുക്കണം. അതാണ് ആക്ട് ഓഫ് ഒമിഷൻ. ആക്ട് ഓഫ് ഒമിഷൻ എന്ന് പറയുന്നത് ഒഴിവാക്കൽ നിയമം, ഒഴിവാക്കൽ. ഓക്കെ. പിന്നെ നെഗ്ലിജൻസ്. നെഗ്ലിജൻസ് എന്ന് പറയുന്നത് എന്താ? നെഗ്ലിജൻസ് എന്ന് വെച്ചാൽ അശ്രദ്ധ. അശ്രദ്ധ എന്ന് വെച്ചാൽ സ്വാബ് ഓർ ഇൻസ്ട്രുമെന്റ് ഇൻ അബ്ഡോമൻ എന്ന് വെച്ചാല് നമ്മള് ഓപ്പറേഷൻ ഒക്കെ കഴിഞ്ഞു, നമ്മൾ കേട്ടിട്ടുണ്ട് ഹോസ്പിറ്റലിൽ ഓപ്പറേഷൻ ഒക്കെ കഴിഞ്ഞിട്ട് കോട്ടന് അല്ലെങ്കിൽ സിസേഴ്സ് എന്തെങ്കിലുമൊക്കെ ഓപ്പറേഷൻ ചെയ്തിട്ട് വയറിന്റെ ഉള്ളിൽ വെച്ച് മറന്നുപോയി അവര്. ഓപ്പറേഷൻ ചെയ്യുമ്പോൾ എങ്ങനെയാ? അത് ഓപ്പൺ ആക്കി വെച്ച് ഇങ്ങനെ. അപ്പൊ ഓപ്പറേഷൻ ചെയ്യുമ്പോൾ എന്തെങ്കിലും സ്വാബ്, ചെറിയ കോട്ടൺ ബ്ലഡ് സ്വാബ് ഒപ്പിയെടുക്കണ സ്വാബ്, അപ്പൊ ഇങ്ങനെ ഒപ്പിയെടുക്കാൻ വേണ്ടി നിൽക്കുന്ന സമയത്തായിരിക്കും പെട്ടെന്ന് ഇത് അതിലേക്ക് അപ്പുറത്തെ സൈഡിലേക്കൊക്കെ വീണിട്ടുണ്ടാവും ഓപ്പറേഷൻ ചെയ്യുമ്പോൾ. അപ്പൊ അവര് കണ്ടു കാണില്ല, ഇവര് അങ്ങനെ തന്നെ സ്റ്റിച്ച് ചെയ്യും. പിന്നീട് ആ കോട്ടൺ അവിടെ കിടന്ന് ബുദ്ധിമുട്ടായി ഇൻഫെക്ഷൻ അടിച്ച് അങ്ങനത്തെ ഒരു ബുദ്ധിമുട്ട് വന്നിട്ട് അപകടങ്ങൾ ഉണ്ടാവാം. അതെന്തുകൊണ്ട് വന്നതാ? നെഗ്ലിജൻസ്, അവരെ അശ്രദ്ധ കൊണ്ട്, അല്ലെ? അപ്പൊ അശ്രദ്ധ കൊണ്ട് അതൊക്കെയാണ് ഈ ലോ ഓഫ് ടോട്ട്സിൽ പറഞ്ഞത്. അപ്പൊ ലോ ഓഫ് ടോട്ട്സിൽ പറഞ്ഞ കാര്യങ്ങൾ ശ്രദ്ധിച്ച് നോക്കാൻ എന്തൊക്കെയുണ്ട്? റോങ്ഫുൾ കമ്മീഷൻ വരും, ആക്ട് ഓഫ് ഒമിഷൻ വരും, നെഗ്ലിജൻസ് അശ്രദ്ധ. അതിന്റെ ഒരു എക്സാമ്പിൾ ആ പറഞ്ഞേക്കണേ. ഇൻസ്ട്രുമെന്റ് അബ്ഡോമൻ വയറ്റിൽ എന്തെങ്കിലുമൊക്കെ വെച്ച് മറന്നു പോവുക, ഒന്നല്ലെങ്കിൽ കോട്ടൺ വെക്കുക. പിന്നെ സ്റ്റിച്ച് ഇട്ട് കഴിഞ്ഞാൽ സൂചി ചിലവര് മറന്നു പോകും. ബ്ലേഡ് ചെറിയത് ഇത്രയുള്ള കത്തി വെച്ച് മറന്നിട്ട് ഒരു പെണ്ണിന് എന്തോ വയറിന് ബ്ലീഡിംഗ് ഒക്കെ വന്ന് മരിച്ചു പോയിട്ട് ഭയങ്കര ഹോസ്പിറ്റലിൽ തല്ലിപ്പൊളിച്ച സംഭവമൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പൊ അതൊക്കെ അവരുടെ നെഗ്ലിജൻസ് ആണ്, അവരുടെ അശ്രദ്ധയാണ്. ഓക്കെ. പിന്നെ ഇന്റൻഷണൽ ഇന്റർഫറൻസ്. ഇന്റൻഷണൽ ഇന്റർഫറൻസ് എന്ന് വെച്ചാൽ എന്താ? ഇന്റൻഷണൽ ഇന്റർഫറൻസ് അവരായിട്ടുള്ള ആ ഒരു ബോധപൂർവമുള്ള ഇടപെടൽ ലീഡ്സ് ടു മെന്റൽ ഓർ ഫിസിക്കൽ ഡിസ്റ്റർബൻസ്. മാനസികമോ ശാരീരികമോ ആയ അസ്വസ്ഥത. അവർക്ക് എന്തെങ്കിലും ഒരു എന്തു പറയണമെന്ന് അറിയില്ല, എന്താ അവർക്ക് ആകെ ഒരു അസ്വസ്ഥത, ശാരീരികമായിട്ടുണ്ട് മാനസികമായിട്ടുണ്ട്. അങ്ങനെയുള്ള ഒരു ഡിസ്റ്റർബൻസ്, ഇന്റൻഷണൽ ഇന്റർഫറൻസ്, അങ്ങനെയുള്ളവർക്ക് നമ്മൾ എന്ത് വേണം? ബോധപൂർവം ഇടപെടാം. അങ്ങനെയുള്ളവരുടെ അടുത്ത്, അല്ലെ? ചില മാനസികമായവരുടെ അടുത്തൊക്കെ നമ്മൾ പെരുമാറുമ്പോൾ നമ്മൾ സൂക്ഷിച്ച് പെരുമാറണം. അവർ വൈലന്റ് ആയി കഴിഞ്ഞാൽ ചിലപ്പോ അവർക്ക് എന്താ ചെയ്യണേന്ന് അവർക്കറിയില്ല, അല്ലെ? അപ്പൊ മാനസികമായ അവരുടെ അടുത്ത് നമ്മൾ നിൽക്കുമ്പോ ആ ഒരു ലീഡ്സ് ടു അവരെ ഇത് ചെയ്യാൻ നിൽക്കണം. അതാണ് അവിടെ പറഞ്ഞത്. ഇൻവേഷൻ ഓഫ് ദ റൈറ്റ് ഓഫ് പ്രൈവസി. എന്താ?
സ്വകാര്യതയുടെ അവകാശത്തിലേക്കുള്ള കടന്നു കയറ്റം, ഇൻവേഷൻ എന്ന് വെച്ചാൽ പ്രൈവസി വേണം. ഓക്കെ, അതാ പറഞ്ഞ സ്വകാര്യതയുടെ ആ ഒരു ഇത്, അതിലോട്ടുള്ള പ്രൈവസി. ബ്രീച്ച് ഓഫ് പ്രൊഫഷണൽ സീക്രസി എന്ന് വെച്ചാൽ എന്താ? ലംഘനം. ബ്രീച്ച് എന്ന് വെച്ചാൽ എന്താ? ലംഘനം. എന്തിനുള്ള ലംഘനം? തൊഴിൽപരമായ എന്തെങ്കിലും, പ്രൊഫഷണൽ സീക്രസി എന്തെങ്കിലും. അതിന് ഇപ്പൊ ഹോസ്പിറ്റലായാലും എന്തെങ്കിലും ഓപ്പറേഷൻ തിയേറ്ററിലൊക്കെ ജോലി ചെയ്യുമ്പോൾ അവിടെ എല്ലാവരും ഒരുപോലെ വരുന്നില്ല. ചില സ്റ്റാഫ് ആയാലും ചില ഡോക്ടേഴ്സ് ആയാലും അവരൊക്കെ പല കാര്യം. അപ്പൊ അങ്ങനത്തെ ഉള്ള കാര്യങ്ങളൊക്കെ പ്രൊഫഷണൽ സീക്രസി, നമ്മുടെ ജോലി അത് നമ്മൾ അവിടെ ചെന്ന് പറയരുത്. അതിന്റെ കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് വേണം? നമ്മൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട്, മോശമായത് ഉണ്ടായത് പറയണമെന്ന് അതല്ലാതെ വേറെ എന്തെങ്കിലും ഹോസ്പിറ്റൽ പരമായ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനത്തെ ഉള്ള കാര്യങ്ങളൊക്കെ സീക്രസി, അതിന്റെ ആ ഒരു സീക്രട്ട് പ്രൊഫഷണൽ സീക്രട്ട് ആയിരിക്കും. പിന്നെ ബാറ്ററി എന്ന് വെച്ചാൽ സർജൻ ഗോയിങ് ബിയണ്ട് ദ ലിമിറ്റ് പേഷ്യന്റ് കൺസെന്റ്. അപ്പൊ അങ്ങനത്തെ കാര്യങ്ങള് ഇവിടെ പറഞ്ഞതെന്ന് വെച്ചാല് രോഗികളുടെ സമ്മതത്തിന്റെ എന്ന് വെച്ചാൽ ശസ്ത്രക്രിയക്ക് പേഷ്യന്റിന്റെ ഒരു കൺസെന്റ് വേണം. സർജന് പേഷ്യന്റിന് ഒരു ഓപ്പറേഷൻ ചെയ്യാൻ പോവുള്ളൂ. അപ്പൊ ആ പേഷ്യന്റിന് നമ്മളിപ്പോ നേരത്തെ പറഞ്ഞില്ലേ, പോസ്റ്റ്മോർട്ടത്തിന് പേഷ്യന്റ് സമ്മതം വേണം. അതുപോലെ തന്നെ പേഷ്യന്റിന് സർജനോ ഇതിന് കൊണ്ടുപോകണമെങ്കിലും അതിന് ആ പേഷ്യന്റിന്റെ ഒരു വേണം? കൺസെന്റ് വേണം. ഇതൊക്കെ നമ്മുടെ എന്തിൽപ്പെടും? ലോ ഓഫ് ടോർട്സിൽ പെടും. അതൊന്നും വലിയ കാര്യമില്ല. ഈ കുറെ പോയിന്റുകൾ, കുറച്ച് കാര്യങ്ങൾ ബ്രാക്കറ്റിലുള്ളത് ഓർത്തിരിക്കാം. റോങ്ഫുൾ കമ്മീഷൻ എന്താണെന്ന് ചോദിച്ചാൽ അറിയണം. അൺനെസസറി ഓപ്പറേഷൻ ആണ്. ആക്ട് ഓഫ് ഒമിഷൻ എങ്ങനെ ഒറ്റപ്പെടുത്തണേ, അതിന്റെ കാര്യങ്ങൾ എക്സാമ്പിൾ പറഞ്ഞേക്കുന്നത് അതൊക്കെ. പിന്നെ ഇതിൽ ചിലപ്പോൾ നെഗ്ലിജൻസ് എന്തിൽ പെട്ടതാണെന്ന് ചോദിക്കും. ലോ ഓഫ് ടോർട്സിൽ പെട്ടതാ. നെഗ്ലിജൻസ്, അശ്രദ്ധ എന്തിൽ പെട്ടതാ? ലോ ഓഫ് ടോർട്സിൽ പെട്ടത്. അപ്പൊ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഓർത്തിരിക്കാം. ഓക്കെ, ഇനി മിസ്ലേനിയസ് ടോർട്സ്. മിസ്ലേനിയസ് ടോർട്സ് എന്ന് വെച്ചാൽ എന്താ? പല തരത്തിലുള്ളതുണ്ട്. ഇപ്പൊ ഇത്രയും കാര്യങ്ങൾ ഇപ്പൊ പറഞ്ഞത് കൂടാതെ വേറെ തരത്തിലുള്ള ടോർട്സ് ഉണ്ട്. ആ ടോർട്സ് ഏതൊക്കെയെന്നാണ് പറയുന്നത്? ആ ടോർട്സ് ആണ് ന്യൂയിസൻസ്, ഇൻകൺവീനിയൻസ് ടു പബ്ലിക് എന്ന് വെച്ചാൽ ശല്യങ്ങള്. ന്യൂയിസൻസ് എന്ന് വെച്ചാൽ എന്താ? ശല്യങ്ങള്. പൊതുജനങ്ങൾക്കുള്ള ആ ഒരു ഇൻകൺവീനിയൻസ്, അവർക്ക് ആ ഒരു സൗകര്യമില്ല. പൊതുജനങ്ങൾക്ക് ഇതിനുള്ള ആ ഒരു ഫ്രീഡം, അങ്ങനത്തെ ഒരു സൗകര്യങ്ങൾ ഇല്ലാതിരിക്കുമ്പോ അതിനെ പറയുന്നതാണ് ന്യൂയിസൻസ്. ഓക്കെ, ശല്യങ്ങള്. പിന്നെ ഇതൊക്കെ വെറുതെ വായിച്ചു പോയാൽ മതി, ഞാൻ അതാ പറയാം വായിച്ചു പോണത്. പിന്നെ മിസ്റെപ്രസെന്റേഷൻ. മിസ്റെപ്രസെന്റേഷൻ എന്ന് വെച്ചാല് ഡിസീറ്റ് എന്താ? വഞ്ചന. മിസ്റെപ്രസെന്റേഷൻ എന്ന് വെച്ചാൽ തെറ്റായിട്ട് അവതരിപ്പിക്കാം, തെറ്റിദ്ധരിക്കല്. നമ്മൾ റെപ്രസെന്റ് ചെയ്യണത് തെറ്റായിട്ട്, ഒരു ശരിയായ ഒരു കാര്യത്തെ നമ്മൾ തെറ്റായിട്ട് അവനെ തെറ്റിദ്ധരിപ്പിക്കാം. അപ്പൊ അത് വഞ്ചനയല്ലേ? അതാണ് ഡിസീറ്റ്, മിസ്റെപ്രസെന്റേഷൻ. ഡിഫമേഷൻ എന്താ? അപകീർത്തിപ്പെടുത്തുക. ഡിഫമേഷൻ അപകീർത്തിപ്പെടുത്തുക. എങ്ങനെ അപകീർത്തി? സ്ലാൻഡർ ലൈബൽ എന്ന് വെച്ചാൽ ലൈബൽ, അപവാദം പറയാം. ഒരാളെ കുറിച്ച് ഒന്നുമില്ലാതെ നല്ലൊരു മനുഷ്യനെ കുറിച്ച് അവൻ അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ ഒരു അപവാദം പറഞ്ഞു വരത്തില്ലേ? അതാണ് സ്ലാൻഡർ, അപവാദം പറയുക. സ്ലാൻഡർ, അപവാദം പറയുക. ലൈബൽ എന്ന് പറഞ്ഞാൽ ഈ അപകീർത്തിപ്പെടുത്തനെ പറയുന്നതാണ്. അപവാദം, അപകീർത്തി. ഓക്കെ, ലൈബല് അപകീർത്തി. അതാണ് ഡിഫമേഷൻ, അപകീർത്തി. നെക്സ്റ്റ് മലീഷ്യസ് പെർസിക്യൂഷൻ എന്താ? പെർസിക്യൂഷൻ എന്ന് വെച്ചാ പീഡനം. പീഡനം. മലീഷ്യസ് എന്ന് വെച്ചാ ക്ഷുദ്രകരമായ, ഭയങ്കര പീഡനം, ഭയങ്കര പീഡിപ്പിക്കാം. ഉപദ്രവിച്ച് പീഡിപ്പിക്കാൻ പറ്റില്ലേ? അങ്ങനെ ക്ഷുദ്രകരമായിട്ടുള്ള പീഡിപ്പിക്കല്, അങ്ങനെയുള്ളതാണ്. ഇപ്പൊ പറഞ്ഞ ഒരാളെ പീഡിപ്പിച്ചിട്ട് അവരെങ്ങനെ വേദനിപ്പിച്ച് അവരാകെ പിച്ച് ചീന്തി അങ്ങനൊക്കെ ഉള്ള ആ ഒരു പീഡനമില്ലേ, ഭയങ്കര ക്രൂരമായിട്ട്. അതാണ് മലീഷ്യസ് പെർസിക്യൂഷൻ എന്ന് പറയുന്നത്. അതൊക്കെ ഇതിൽപ്പെടുന്നതാണ്. ഇതൊക്കെ ഇതിൽപ്പെടുന്നതാ? ലോ ഓഫ് ടോർട്സിൽ പെടുന്നതാണ്. മിസ്ലേനിയസ് ടോർട്സ് എന്ന് പറയുന്നത് വേറെ, ഇതിൽ പെടാത്ത ടോർട്സുകൾ. ഇതിൽ ഇത്രയും ടോർട്സ് പറഞ്ഞു, ഇതിൽ പെടാത്ത ടോർട്സുകളാണ് മിസ്ലേനിയസ് ടോർട്സ് എന്ന് പറയുന്നത്. ഇത്രയും കാര്യങ്ങൾ, ഇതൊക്കെ ടോർട്സ് ആണെന്ന് ഓർത്തിരിക്കുക. ഡിഫമേഷൻ, മലീഷ്യസ് പെർസ്യൂഷൻ, മിസ്റെപ്രസെന്റേഷൻ, ന്യൂയിസൻസ്, ഇതൊക്കെ എന്താ? ടോർട്സിൽ പെട്ടതാണ്, ടോർട്സ് ആണ്. ഓക്കെ, ടോർട്സ് എന്ന് വെച്ചാൽ എന്താ? പീഡനങ്ങള്. പലതരത്തിലുള്ള പീഡനങ്ങളെ കുറിച്ചാണ് ഈ പറഞ്ഞത്. പലതരത്തിലുള്ള പീഡനങ്ങളെ കുറിച്ചാണ്. അപകീർത്തി എന്ന് പറഞ്ഞാലും ഈ ടോർട്സിൽ പെടും, പീഡനത്തിൽപ്പെടും. വഞ്ചന എന്ന് പറഞ്ഞാലും പീഡനത്തിൽപ്പെടും.
മിസ്റെപ്രസെന്റേഷൻ തെറ്റിദ്ധരിപ്പിച്ചാൽ പറഞ്ഞാലും ഈ പീഡനത്തിൽ പെടും, ടോൺസിൽ പെടും. ഓക്കെ, പീഡനം എന്ന് പറയുമ്പോ പിന്നെ ഭയങ്കര ക്ഷുദ്രമായിട്ട് പീഡിപ്പിക്കുന്നതും ഇതിൽ പെടും. ഓക്കെ, ഓക്കേടാ, ഓക്കേടാ, ഓക്കെ ഓക്കെ. ഇന്ന് ന്യൂ ഇയർ ആയിട്ട് എല്ലാവരും ഭയങ്കര ഇതായിരിക്കും അല്ലെ. നമ്മുടെ ഇന്നത്തെ ഈ കൊല്ലം ഇവിടെ അവസാനിക്കും. നമ്മൾ ഇനി അടുത്ത കൊല്ലം കാണുള്ളൂ അല്ലെ. ഇന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ അടുത്ത കൊല്ലത്തിലല്ലേ കാണുള്ളൂ. ഓക്കെ, ഇനി കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട്. കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് ഇനി ഈ ആക്ട് നമ്മൾ ഓക്കെ സഹറ ഓക്കെ നമ്മൾ നോക്കിയേ. കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് ഇനി 3 ആക്ട് സെപ്പറേറ്റ് ഉണ്ട്. അത് നിങ്ങൾ തന്നെ പഠിക്കാം. നിങ്ങൾ സ്വന്തമായിട്ട് കോഡ് ഉണ്ടാക്കിയ എങ്ങനെ വേണമെങ്കിലും നിങ്ങൾ പഠിക്കാം. ഓക്കെ, കാരണം ഇത് 3 കോഡ് ഉണ്ടാക്കാൻ ഞാൻ നോക്കി, പറ്റില്ല. ഞാൻ പറഞ്ഞു നോക്കട്ടെ, നമുക്ക് നോക്കാം. കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട്, ഈ ആക്ട് നിലവിൽ വന്നത് 1987 സൈബർ എന്നാണ് സെപ്റ്റംബർ 1 മുതൽ ആണ് നിലവിൽ വന്നത്. 1987 സെപ്റ്റംബർ 1 മുതൽ നിലവിൽ വന്ന ആക്ടാണ് കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട്. എല്ലാവരും അണ്ടർലൈൻ ചെയ്യാം. കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് എന്ന് നിലവിൽ വന്നു 1987 കൺസ്യൂമർ ആക്ട് നിലവിൽ വന്നു. അഡ്വാൻറ്റേജ് മിനിമം കോസ്റ്റ് ഈസ് ഇൻവോൾവ്ഡ് മാറ്റർ ഈസ് ഡിസൈഡഡ് വിത്തിൻ 3 to 4 months. എന്നുവെച്ചാൽ എന്താ, ഇതില് 3 മുതൽ 4 മാസത്തിനുള്ളിലാണ് ഇതിന്റെ ആ ഒരു ഇതിന്റെ ആ ഒരു ആക്ടിന്റെ നമുക്ക് കിട്ടണ ആ ഒരു പ്രയോജനം എന്ന് പറയുന്നത് 3 മുതൽ 4 വരെ ഉള്ളത്. അതിന്റെ ഇടയിൽ ഓക്കെ ഇതിന് കുറഞ്ഞ ചെലവ് ഉൾപ്പെട്ടിരിക്കുന്നത് എത്ര? 3 മുതൽ 4 മാസത്തിനുള്ളിലാണ് ഇതിന്റെ കാര്യങ്ങളൊക്കെ തീരുമാനിക്കപ്പെടുന്നത്. പ്രൊവൈഡ് റീഡ്രസൽ ഫോർ ഡിഫക്റ്റീവ് ഗുഡ്സ്, ഡെഫിഷ്യന്റ് സർവീസ്, അൺഫെയർ ട്രേഡ് പ്രാക്ടീസ്. എന്ന് വെച്ചാൽ എന്താ, ഇതിന്റെ കാര്യങ്ങൾ വിഷമമായ സാധനം, കുറവുള്ള സേവനങ്ങള്, ഇതിന്റെ കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഗുഡ്സ്, ഡെഫിഷ്യന്റ് സർവീസ്, സേവനങ്ങൾ കുറഞ്ഞാല്, അൺഫെയർ ആയ ട്രേഡ് എന്ന് വെച്ചാൽ വ്യാപാരങ്ങൾ ഫെയർ ആയിട്ട് നല്ല രീതിയിലല്ല അൺഫെയർ ആയിട്ട് അങ്ങനത്തെ ഉള്ള രീതിയിൽ കൊടുക്കുന്ന കാര്യങ്ങൾക്കാണ് കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് വരുന്നത്. കൺസ്യൂമറിന്റെ ആക്ട് മെയിൻ ആയിട്ട് ഇത് വരുന്നത് നമ്മൾ എന്തെങ്കിലുമൊക്കെ നമ്മളാരാ കൺസ്യൂമേഴ്സ്, എന്തെങ്കിലും പോയി വാങ്ങുമ്പോൾ നമ്മളാണ് കൺസ്യൂമേഴ്സ്. അപ്പൊ നമ്മളെവിടെയും ചതിക്കപ്പെടരുത്, നമ്മളാരും പറ്റിക്കപ്പെടരുത്. അളവിൽ, ക്വാളിറ്റിയിൽ, ക്വാണ്ടിറ്റിയിൽ അങ്ങനത്തെ ഗുഡ്സ് നമ്മൾ എന്ത് വാങ്ങിച്ചാലും നമ്മൾ ആരും പറ്റിക്കപ്പെടരുത്. അങ്ങനത്തെ ഉള്ള ആ ഒരു ഇതിനെ നമ്മളെ പ്രൊട്ടക്ഷൻ ചെയ്യാനായിട്ട്, കൺസ്യൂമറിനെ പ്രൊട്ടക്ഷൻ ചെയ്യാനായിട്ട് നിലവിൽ വന്ന ആക്ടാണ് കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട്. സെപ്റ്റംബർ 1, 1987 ഇത് നിലവിൽ വന്നത്. ഓക്കെ, ഇത് തീരുമാനിക്കുന്നത് 3-4 മാസത്തിന്റെ ഉള്ളിലാണ്. ഓക്കെ, അത്രേ ഉള്ളൂ ഇതിന്റെ കാര്യങ്ങൾ പറഞ്ഞത്. ഇനി കൺസ്യൂമർ എന്ന് വെച്ചാൽ എന്താ? A person who hires any services for any considerations. എന്താ? എന്തെങ്കിലും സേവനങ്ങൾക്കായിട്ട് ഉള്ള ഒരു വ്യക്തി, എന്തെങ്കിലും എ പേഴ്സൺ, ആ ഒരു വ്യക്തി ആരാ? എനി കൺസിഡറേഷൻ, എന്തെങ്കിലും പരിഗണനയ്ക്കായിട്ട് ഏതെങ്കിലും ഉള്ള ഒരു വ്യക്തിനെയാണ് നമ്മൾ കൺസ്യൂമർ എന്ന് പറയുന്നത് അല്ലെ. സർവീസ്, നമ്മൾ എന്തെങ്കിലും സേവനങ്ങൾക്ക് സഹായത്തിന് വേണ്ടിയിട്ട് നമ്മൾ എവിടെയെങ്കിലും പോയി സാധനങ്ങൾ വാങ്ങുകയോ അതിനെ കുറിച്ച് കാര്യങ്ങൾ തിരക്കുകയോ ചെയ്യുന്നത് ഒരു കൺസ്യൂമറിന്റെ കടമയാണ്. അതാണ് കൺസ്യൂമർ. എ പേഴ്സൺ ഹു ഹയേഴ്സ് എനി സർവീസ്, എന്തെങ്കിലും സർവീസിന് വേണ്ടി എനി കൺസിഡറേഷൻ. ഓക്കെ, നെക്സ്റ്റ് ഡെഫിഷ്യൻസി. ഇതിന്റെ കുറവുകൾ എന്താണെന്ന് നോക്കാം. കുറവുകൾ എന്താ? എ ഫോൾട്ട്, ഇംപെർഫെക്ഷൻ, ഷോർട്ട് കമ്മിങ്, ഇൻഅഡിക്വൻസി in the quality, nature, manner of performance of contractor, otherwise in relation to the service. എന്താ പറഞ്ഞേ? ഒരു കരാറിന്റെ ഇതിന്റെ നമ്മൾ പറഞ്ഞു, നമ്മൾ കൺസ്യൂമർ ആണെങ്കിൽ നമ്മൾ പ്രൊഡക്റ്റിന്റെ കാര്യങ്ങൾ നോക്കും, ക്വാളിറ്റി നോക്കും, ക്വാണ്ടിറ്റി നോക്കും, അതിന്റെ ഗുണമേന്മ, ഇത് നല്ലതാണോ, ഇത് എങ്ങനെയുള്ളതാണ്, അതൊക്കെ കൺസ്യൂമറിന്റെ അവകാശമാണ്, റൈറ്റ്സ് ആണ് അല്ലെ. അതൊക്കെ നോക്കിയിട്ടാണ് നമ്മൾ എന്തൊരു സാധനവും എവിടെ നിന്നും വാങ്ങുന്നത്. അപ്പൊ ഈ ഒരു കരാറിന്റെ ഗുണമേന്മയിലും സ്വഭാവത്തിലും അതിന്റെ ഘടനയുടെ രീതിയിലും അല്ലെങ്കിൽ അവരുടെ സർവീസ് സേവനവുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും ഒരു തെറ്റ് അല്ലെങ്കിൽ ഒരു പൂർണ്ണത, എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് എന്തെങ്കിലും ഉണ്ടായാൽ അതാണ് അതിന്റെ കുറവെന്ന് പറയുന്നത്, ഡെഫിഷ്യൻസി അല്ലെ. അപ്പൊ ഇതിന്റെ ഡെഫിഷ്യൻസി എന്ന് പറയുന്നത് എന്താ? എന്തെങ്കിലും ഒരു ഫോൾട്ട് വന്നു, ഇൻപെർഫെക്ഷൻ, അത് പെർഫെക്ഷൻ അല്ല, എന്തെങ്കിലും അങ്ങനത്തെ അതിന്റെ ക്വാളിറ്റി കണ്ട, ക്വാളിറ്റിന്റെ ക്വാളിറ്റി, നേച്ചർ, അങ്ങനത്തേലൊക്കെ എന്തെങ്കിലും ഇത് വന്നു, അതിന്റെ സേവനത്തിൽ പെർഫോമൻസ് ഓഫ് കോൺട്രാക്ട്,
അതിലൊക്കെ എന്തെങ്കിലും ഇത് വന്നാൽ അതർവൈസ് ഇൻ റിലേഷൻ ടു ദ സർവീസ്, അല്ലെങ്കിൽ അതിന്റെ സേവനത്തിൽ എന്തെങ്കിലും കുറവുകൾ വന്നാൽ അതാണ് ഡെഫിഷ്യൻസിയിൽ പറയുന്നത്, കുറവുകൾ മാത്രം. ഇനി സർവീസ് എങ്ങനെയാ? സർവീസ് ഓഫ് എനി ഡിസ്ക്രിപ്ഷൻ എക്സ്ക്ലൂഡിംഗ് ഫ്രീ സർവീസ്. എങ്ങനെയാണ്? സൗജന്യ സേവനം ഒഴികെയുള്ള, എക്സ്ക്ലൂഡിംഗ് ഫ്രീ സർവീസ്, ഒഴികെയുള്ള ഏത് വിതരണത്തിനും നമ്മൾ ഈ സേവനം ഉപയോഗിക്കാം. സർവീസ് എന്തിനു ഉപയോഗിക്കാം? എനി ഡിസ്ക്രിപ്ഷൻ, എല്ലാ ഡിസ്ക്രിപ്ഷനും നമുക്ക് ഉപയോഗിക്കാം. പക്ഷെ ഫ്രീ സർവീസ് ഇല്ല. ഇനി ഇതിന്റെ ടൈം ലിമിറ്റേഷൻ, ഇതിന്റെ സമയപരിധി എങ്ങനെയാ പറയണേ? സമയപരിധി ക്ലെയിം ഫോർ എന്താ കോമ്പൻസേഷൻ അണ്ടർ CPA മസ്റ്റ് ബി ഫിൽഡ് വിത്ത് 3 years. എന്നുവെച്ചാൽ എന്താ കോമ്പൻസേഷൻ? CPA എന്ന് വെച്ചാൽ എന്താ? കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട്. മറക്കരുത്, ഫുൾ ഫോം ഇടക്കിടക്ക് ചോദിക്കും നിങ്ങളോട്. ഓക്കെ, എക്സാമിന് ഏറ്റവും ഇഷ്ടമുള്ളതാണ് ഫുൾ ഫോം ചോദിക്കുന്നത്. അപ്പൊ CPA കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് അതെന്താണ്? 1987 സെപ്റ്റംബർ 1. ഓക്കെ, അപ്പൊ ഇതിന്റെ ടൈം ലിമിറ്റേഷൻ എന്ന് പറയുന്നത് എന്താ? CPA പ്രകാരമുള്ള നഷ്ടപരിഹാരത്തിനുള്ള ഒരു ക്ലെയിം 3 വർഷത്തിനുള്ളിൽ ഫൈൻ ചെയ്യണം. എത്ര വർഷത്തിനുള്ളിൽ? 3 വർഷത്തിനുള്ളിൽ. അണ്ടർലൈൻ ചെയ്യാം, ഇമ്പോർട്ടന്റ് ആണ്. CPA എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് വന്നു, CPAയുടെ കൺസ്യൂമറിന് എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ അത് എത്ര വർഷത്തിനുള്ളിൽ ഫയൽ ചെയ്യണം? എത്ര വർഷത്തിനുള്ളിലാ? 3 വർഷത്തിനുള്ളിൽ ഫയൽ ചെയ്യണം. ഓക്കെ, നെക്സ്റ്റ് എന്താ? നാഷണൽ ഫോറം ഡീൽസ് കേസസ് 30 ലക്ഷം. എന്നുവെച്ചാൽ നാഷണൽ ഫോറം ഡീൽ ചെയ്യുന്ന കേസുകൾ എത്ര? 30 ലക്ഷമാണ്. അപ്പൊ അത് അണ്ടർലൈൻ ചെയ്യാം. നാഷണൽ ഫോറം ഡീൽ ചെയ്യുന്ന കേസുകൾക്ക് 30 ലക്ഷം. ഓക്കെ, അത് നാഷണൽ ലെവൽ. സ്റ്റേറ്റ് ഫോറത്തിന് എത്ര? 5 ലക്ഷം. സ്റ്റേറ്റ് ഫോറത്തിന് 5 ലക്ഷം, ഡിസ്ട്രിക്ട് ഫോറത്തിനും 5 ലക്ഷം. ഓക്കെ, അപ്പൊ നാഷണലിന് 30 ലക്ഷം, സ്റ്റേറ്റിന് 5 ലക്ഷം, ഡിസ്ട്രിക്റ്റിനും 5 ലക്ഷം. 3 വർഷത്തിനുള്ളിൽ വേണം ഇത് കേസ് ഫയൽ ചെയ്യാനായിട്ട്. മനസ്സിലായ? ഈ ക്ലെയിം ഫയൽ ചെയ്യണമെങ്കിൽ കോമ്പൻസേഷൻ അണ്ടർ CPAയുടെ കീഴിൽ എന്ന് വെച്ചാൽ കൺസ്യൂമർ പ്രൊട്ടക്ട് ആക്ട് മസ്റ്റ് ബി ഫിൽഡ് വിത്ത് എത്ര? 3 വർഷത്തിന് ഉള്ളിലായിരിക്കണം. നാഷണൽ ലെവലിൽ 30 ലക്ഷവും, സ്റ്റേറ്റ് ലെവലിൽ 5 ലക്ഷവും, ഡിസ്ട്രിക്ട് ലെവലിൽ 5 ലക്ഷവും ആയിരിക്കണം. ഇമ്പോർട്ടന്റ് ആണ് ഇതിന്റെ ടൈം ലിമിറ്റേഷൻ. CPAയുടെ ടൈം ലിമിറ്റേഷൻ ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, ഇനി എന്താ? പേഷ്യന്റ് ബിൽ ഓഫ് റൈറ്റ്സ്. പേഷ്യന്റിന്റെ ബിൽ ഓഫ് റൈറ്റ്സ്, രോഗിയുടെ നമുക്ക് അവകാശങ്ങൾ, പേഷ്യന്റിന്റെ അവകാശങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. റെസ്പെക്ട്ഫുൾ കെയർ എന്നുവെച്ചാൽ മാന്യമായ പരിചരണം. അത് വേണ്ടേ? അത് വേണം. നമ്മൾ എവിടെ ചെന്നാലും നമ്മൾ ആഗ്രഹിക്കുന്നത് എന്താ? നമുക്ക് നല്ലൊരു കെയർ കിട്ടണം, മാന്യമായ ഒരു പരിചരണം കിട്ടണം, അല്ലെ? അപ്പൊ മാന്യമായ പരിചരണം, റെസ്പെക്ട്ഫുൾ കെയർ. കംപ്ലീറ്റ് ഇൻഫർമേഷൻ വിത്ത് റിഗാർഡ് ടു ഡയഗ്നോസിസ്, ട്രീറ്റ്മെന്റ് ആൻഡ് പ്രോഗ്നോസിസ്. എന്താ അവിടെ പറഞ്ഞേ? രോഗനിർണയം. പ്രഗ്നോസിസ് എന്ന് വെച്ചാൽ രോഗനിർണയങ്ങള്, ചികിത്സ, പിന്നെന്താ അവയുമായിട്ട് ബന്ധപ്പെട്ട പൂർണ്ണ വിവരങ്ങളായിരിക്കണം. കംപ്ലീറ്റ് ഇൻഫർമേഷൻ. എന്തിനെ കുറിച്ചാ? ഡയഗ്നോസിസിനെ കുറിച്ച്, ട്രീറ്റ്മെന്റിനെ കുറിച്ച്, പ്രൊഗ്നോസിസിനെ കുറിച്ച്, രോഗനിർണയത്തെ കുറിച്ച്, ഇതിനെ കുറിച്ചൊക്കെ നല്ല കംപ്ലീറ്റ് ഇൻഫർമേഷൻ ഉണ്ടായിരിക്കണം. പിന്നെന്താ? patient has the right to information from doctor before he gives consent. എന്താ? പേഷ്യന്റിന്റെ സമ്മതം നൽകുന്നതിന് മുമ്പ് ഡോക്ടറിൽ നിന്ന് ഒരു പേഷ്യന്റിന് അതിന്റെ വിവരങ്ങൾ അറിയാൻ അവകാശമുണ്ട്. ഓക്കെ, ഇതൊക്കെയാണ് പേഷ്യന്റിന്റെ നമ്മുടെ അവകാശം പറയണേ. നമ്മളല്ല, പേഷ്യൻസിന്റെ അവകാശം പറയണേ. ആ ഒരു പേഷ്യന്റിന് അസുഖം വന്നിട്ട് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവുന്നതിന് മുമ്പ് ആ പേഷ്യന്റിന് എന്താണ് ആ പേഷ്യന്റിന്റെ അസുഖം, എന്താണ് പേഷ്യന്റിന്റെ കാരണങ്ങൾ എന്തൊക്കെ അറിയാനായിട്ട് നോക്കണ ഡോക്ടറിൽ നിന്ന് അറിയാനായിട്ട് ആ പേഷ്യന്റിന് എന്തുണ്ട്? അവകാശമുണ്ട്. ഓക്കെ, നെക്സ്റ്റ് എന്താ? റൈറ്റ് ടു റിഫ്യൂസ് ട്രീറ്റ്മെന്റ് ടു ദ എക്സ്റ്റെന്റ് പെർമിറ്റഡ് ബൈ ലോ ആൻഡ് ടു ബി ഇൻഫോംഡ്. എന്താ പറഞ്ഞേ? നിയമം അനുവദനീയമായ പരിധി വരെ ചികിത്സ നിരസിക്കാനുള്ള അവകാശം, അതുപോലെ തന്നെ അത് അറിയാനുള്ള അവകാശം ഒരു പേഷ്യന്റിനുണ്ട്. ഓക്കെ, എന്താ പറഞ്ഞേ? ഒരു പരിധി വരെ ഹോസ്പിറ്റലിൽ ആ പേഷ്യന്റ് ട്രീറ്റ്മെന്റിന് നിന്നു, ഡോക്ടേഴ്സ് അതിന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു, ട്രീറ്റ്മെന്റിന് നിന്നു. എന്നിട്ട് പേഷ്യന്റിന്റെ വിവരങ്ങൾ അറിയണം. എന്താണ് എനിക്ക് അസുഖം,
അങ്ങനെ അറിയാനുള്ള അവകാശവും അത് അറിയിക്കാനുള്ള അവകാശവും ആർക്ക് വേണം? നമുക്ക് വേണം. അത് എന്താന്നുള്ളത് പേഷ്യന്റിന്റെ അവകാശമാണ്. ചികിത്സ പേഷ്യന്റിന് വേണ്ട, നിരസിക്കാനുള്ള അവകാശമുണ്ട്. അതുപോലെ തന്നെ അത് അറിയാനുള്ള അവകാശവും ആർക്കുണ്ട്? പേഷ്യന്റിനുണ്ട്. ഇനി മെഡിക്കൽ കൺസിക്വൻസസ് എന്ന് വെച്ചാൽ മെഡിക്കലിലെ അനന്തരഫലങ്ങൾ എന്തൊക്കെയാണ്, മെഡിക്കലിന്റെ ഹോസ്പിറ്റലുമായിട്ട് ബന്ധപ്പെട്ട അനന്തരഫലങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് അറിയണം. റൈറ്റ് ടു പ്രൈവസി, ഓൾ കമ്മ്യൂണിക്കേഷൻ ആൻഡ് റെക്കോർഡ്സ് മസ്റ്റ് ബി ട്രീറ്റഡ് ആസ് കോൺഫിഡൻഷ്യൽ. സ്വകാര്യതയ്ക്കുള്ള അവകാശം, റൈറ്റ് ടു പ്രൈവസി, അവർക്ക് എന്ത് വേണം? സ്വകാര്യത വേണം, പ്രൈവസി വേണം, അതിനുള്ള അവകാശം വേണം. അതുപോലെ തന്നെ ഓൾ കമ്മ്യൂണിക്കേഷൻസ്, എല്ലാ രേഖകളും എല്ലാ ആശയവിനിമയങ്ങളും അതിന്റെ രേഖകളും രഹസ്യമായിട്ട് വേണം കണക്കാക്കാൻ. പറയുന്ന കാര്യങ്ങളൊക്കെ എല്ലാവരോടുമല്ല, അത് സീക്രട്ട് ആയിട്ട് എനിക്ക് ഇന്ന കാര്യങ്ങളാണ്, ഇന്ന അസുഖമാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ രഹസ്യമാവണം. അത് ഓരോ ഹോസ്പിറ്റലില് ഏതൊരു പേഷ്യന്റ് വന്നാലും ചികിത്സിക്കുന്ന ഡോക്ടർ പറഞ്ഞു പറയാൻ പറ്റില്ല. ഇപ്പൊ ഡോക്ടർ ഇന്നൊരു പേഷ്യന്റിനെ ചികിത്സിച്ചിട്ട് പറയാ, അപ്പുറത്ത് ചെന്നുകൊണ്ട് പറയാ ആ പേഷ്യന്റിന് ഇന്നതാണ് അസുഖം, പറയാൻ പാടില്ല, ഇല്ല. ഈ പേഷ്യന്റിന്റെ അസുഖം ആ ഡോക്ടറുടെ മനസ്സിൽ സീക്രട്ട് ആയിരിക്കണം. അതുപോലെ തന്നെ അപ്പുറത്തെ പേഷ്യന്റ് ആയാലും. അപ്പൊ ഇങ്ങനത്തുള്ള കാര്യങ്ങളൊക്കെ അതിന്റെ അവകാശമാണ്. പിന്നെ ഹോസ്പിറ്റൽ മസ്റ്റ് പ്രൊവൈഡ് ഇവാലുവേഷൻ സർവീസ് ആൻഡ് റെഫറൽ ആസ് ഇൻഡിക്കേറ്റഡ് ബൈ ദ അർജൻസി ഓഫ് ദ കേസ്. എന്താ, ഒരാളെ റെഫർ ചെയ്യുന്ന മറ്റൊരു ഹോസ്പിറ്റലിലേക്ക് ആ ഒരു പേഷ്യന്റിന്റെ ആശുപത്രിയുമായിട്ടുള്ള ബന്ധം എന്താ, അതിന്റെ അവകാശം, അത് വീണ്ടെടുക്കാനായിട്ട് അതിന്റെ ഗവേഷണത്തിൽ അതിന്റെ കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ള അറിയാനുള്ള ഒരു അവകാശം, റൈറ്റ് വേണം. ഹോസ്പിറ്റൽ മസ്റ്റ് പ്രൊവൈഡ് ഇവാലുവേഷൻ എടുക്കണം. എന്തിനാ? സർവീസ്, അവിടുത്തെ സേവനങ്ങൾ, റെഫറൽ, ആ പേഷ്യന്റിനെ റെഫർ ചെയ്തു വേറെ ഹോസ്പിറ്റലിലോട്ട് റെഫർ ചെയ്തു, അതിന്റെ കാര്യങ്ങൾ, ആ കേസ് എന്തായി, ഇപ്പൊ പേഷ്യന്റിന്റെ കണ്ടീഷൻ, അങ്ങനത്തുള്ള ഒരു അവകാശം ഉണ്ടായിരിക്കണം. റിലേഷൻഷിപ്പ് ഓഫ് ഹോസ്പിറ്റൽ ടു അതർ ഹോസ്പിറ്റൽ വേർ വൺ ഈസ് ബീയിങ് റെഫേർഡ് ടു, എന്നുവെച്ചാൽ എന്താ, റെഫേർഡ് ടു അപ്പോയിന്റ്മെന്റുകൾ അറിയാനുള്ള അവകാശം ഉണ്ടായിരിക്കണം. റൈറ്റ് ടു നൗ അപ്പോയിന്റ്മെന്റ്സ്, അവൈലബിലിറ്റി ഓർ ഡോക്ടർ, അപ്പോയിന്റ്മെന്റ്സ് അറിയാനുള്ള അവകാശം ഉണ്ടായിരിക്കണം. പിന്നെ ഡോക്ടർമാരുടെ കാര്യങ്ങൾ അറിയണം. കണ്ടിന്യൂറ്റി ഓഫ് ഹെൽത്ത് കെയർ, അവരെ ആരോഗ്യത്തിന്റെ ആ ഒരു തുടർച്ച എങ്ങനെയാണെന്നുള്ള കാര്യങ്ങൾ അറിയണം. പിന്നെ എന്താ അറിയണം? ഡിമാൻഡ് ആഫ്റ്റർ ഡിസ്ചാർജ്, ഡിസ്ചാർജ് ചെയ്ത ശേഷമുള്ള കാര്യങ്ങളൊക്കെ അറിയാൻ എന്ത് വേണം? അവകാശം ഉണ്ടായിരിക്കണം. റൈറ്റ് ടു ഇൻസ്പെക്ട് ആൻഡ് റിസീവ് എക്സ്പ്ലനേഷൻ ഓഫ് ബിൽ, എന്ന് വെച്ചാൽ എന്താ, ബില്ലിന്റെ പുരോഗതിക്കും വിശദീകരണം സ്വീകരിക്കുന്നതിനുള്ള അവകാശം. ബില്ലിന്റെ പുരോഗതി എന്തെങ്കിലും എല്ലാം കഴിഞ്ഞു, ബില്ലൊക്കെ കഴിഞ്ഞു, എക്സ്റേ ഒക്കെ എടുത്തു, ഹോസ്പിറ്റലിന്റെ ബില്ലൊക്കെ എത്ര ആയാലും അതിന്റെ കാര്യങ്ങൾ അറിയണം. ഇത്രയും ബില്ല് എന്തിനു വന്നു, ഞാൻ എന്തിവിടെ നിർത്തി, ഇതിനെത്രയായി എന്നുള്ള എക്സ്പ്ലനേഷൻ, റിസീവ് എക്സ്പ്ലനേഷൻ ഓഫ് ബിൽ, ബില്ലിന്റെ ഡീറ്റെയിൽ അറിയാനുള്ള അവകാശം ഉണ്ടായിരിക്കണം. റൈറ്റ് ടു ഹോസ്പിറ്റൽ റൂൾസ്, ഹോസ്പിറ്റലിന്റെ അവകാശങ്ങൾ എന്തൊക്കെയാണ്, ഹോസ്പിറ്റലിന്റെ റൂൾസ്, അവിടുത്തെ റെഗുലേഷൻസ് എന്തൊക്കെയാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ അറിയാനുള്ള അവകാശം ആർക്കുണ്ട്? പേഷ്യന്റിനുണ്ട്. അപ്പൊ ഇത്രയും അവകാശങ്ങളാണ്. ഇതൊന്നും വായിച്ചു നോക്കിയാൽ മതി. ഓക്കെ, ഇതിൽ നിന്നൊന്നും പോയിന്റ് ക്വസ്റ്റ്യൻസ് ഒന്നും വരില്ല, എന്നാലൊന്ന് വായിച്ചു നോക്കാം. ചിലപ്പോ ഒരു അബദ്ധവശാൽ ഒരു ക്വസ്റ്റ്യൻസ് ഒക്കെ വന്നാലോ, അപ്പൊ ഹോസ്പിറ്റലിൽ പേഷ്യന്റിന്റെ അവകാശം എന്താന്നായിരിക്കും ചോദിക്കണേ. നിങ്ങൾ ഓർത്തിരിക്കുക, ഇതൊക്കെയാണ് പേഷ്യന്റിന്റെ അവകാശം എന്ന്. ഓക്കെ, ഇത് നമുക്ക് ഇത്രയും കൂടി ഉണ്ട്, ഇതും കൂടി നമുക്ക് എടുക്കാം. അടുത്തത് എന്താ? മിസ്ലേനിയസ് ആക്ട്. കുഴപ്പമൊന്നുമില്ലല്ലോ. 5 മിനിറ്റ് ബ്രേക്ക് വേണോ? 5 ഇല്ല, 2 മിനിറ്റ് ബ്രേക്ക് വേണോ? 2 മിനിറ്റ് ബ്രേക്ക്. ഓക്കെ, എല്ലാവരും പോയി വെള്ളമൊക്കെ കുടിച്ചിട്ട് വാ. 1.5 മണിക്കൂർ കണ്ടിന്യൂസ് ഇരിക്കണല്ലേ, ഒരു 2 മിനിറ്റ് ഓടിപ്പോയി വെള്ളമൊക്കെ കുടിച്ചിട്ട് വായോ. ഓക്കെ.
ഓക്കെ, എല്ലാവർക്കും വന്നില്ലേ? വെള്ളമൊക്കെ കുടിച്ച് ഉഷാറായില്ലേക്ക്? ഓക്കെ, തുടങ്ങാം നമുക്ക്. ഓക്കെ ഓക്കെ, അപ്പൊ നമ്മള് നെക്സ്റ്റ് മിസ്ലേനിയസ് ആക്ട് ദാറ്റ് ക്യാൻ ബി അപ്ലൈഡ് ടു ഹോസ്പിറ്റൽസ്. എന്താ ഹോസ്പിറ്റലില് ഉപയോഗിക്കണം, ഹോസ്പിറ്റലിൽ അപ്ലൈ ആയിട്ടുള്ള ഹോസ്പിറ്റലിൽ പ്രയോഗിക്കുന്ന പ്രധാനപ്പെട്ട നിയമങ്ങൾ. പിന്നെ സൊസൈറ്റി രജിസ്ട്രേഷൻ. നമ്മളപ്പോ ഇതിന്റെ ഇടയിൽ ഒരെണ്ണം പഠിച്ചു, ഈ 10 എണ്ണം കൂടാതെ ഒരു ആക്ട് കൂടി പഠിച്ചു ഇല്ലേ? ഇവിടെ ഒരു ആക്ട് വന്നു, ഏതാ? കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട്. കൺസ്യൂമറിനെ പ്രൊട്ടക്ട് ചെയ്യേണ്ടത് 1987. അതിന് മുന്നേ വരുന്ന ആക്ടാണ് 1860 സൊസൈറ്റി രജിസ്ട്രേഷൻ. ഏതാക്ടാണ്? സൊസൈറ്റി രജിസ്ട്രേഷൻ ആക്ട് 1860. സൊസൈറ്റി രജിസ്ട്രേഷൻ ആക്ട് 1860 control the working and management of institution established or owned by charitable trust. എന്നുവെച്ചാൽ എന്താ? ഈ സൊസൈറ്റിയുടെ നിയമം വന്നത് 1860 1860 സൊസൈറ്റി രജിസ്ട്രേഷൻ വന്നത്. ഓക്കെ, ഇതെന്തിനു വേണ്ടിയിട്ടാണ് ഇത് വന്നത്? ഈ സൊസൈറ്റി രജിസ്ട്രേഷൻ നിയമം വന്നത് ചാരിറ്റബിൾ ട്രസ്റ്റുകളുടെ ഉടമസ്ഥാവകാശം സ്ഥാപിക്കാൻ. ചാരിറ്റബിൾ നമ്മൾ ഓരോ ഡൊണേഷൻ ഒക്കെ കൊടുക്കില്ലേ? അപ്പൊ ഈ ചാരിറ്റബിളിന്റെ ഉടമസ്ഥയിലേക്ക് അതിന്റെ സ്ഥാപിതമായ സ്ഥാപനങ്ങളും അതിന്റെ പ്രവർത്തനങ്ങളും നിയന്ത്രിക്കാനാണ്. ഓക്കെ, അപ്പൊ എന്തിനാ വന്നേ? കൺട്രോൾ ചെയ്യാൻ. എന്താ കൺട്രോൾ ചെയ്യണേ? വർക്കിംഗ് ആൻഡ് മാനേജ്മെന്റ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ. വർക്ക് ചെയ്യാനും അത് വർക്ക് ചെയ്യണതും പിന്നെ അതിന്റെ മാനേജ്മെന്റ്, അതിന്റെ ഈ സ്ഥാപനങ്ങൾ നടത്തിപ്പെടാൻ ആ ഒരു മാനേജ്മെന്റിന്റെ ഇൻസ്റ്റിറ്റ്യൂഷനും പിന്നെ ഓൺഡ് ബൈ ചാരിറ്റബിൾ ട്രസ്റ്റ്. ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ ഉടമസ്ഥാവകാശം. ചാരിറ്റബിൾ ഓരോ ട്രസ്റ്റുകളായിരിക്കും ചാരിറ്റബിൾ ഒക്കെ നടത്തുന്നത് അല്ലെ? അപ്പൊ അതിന്റെ ഉടമസ്ഥാവകാശം കൺട്രോൾ ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ സൊസൈറ്റി രജിസ്ട്രേഷൻ വന്നത്. ഓക്കെ, അപ്പൊ നിങ്ങളോട് ചോദിക്കും സൊസൈറ്റി രജിസ്ട്രേഷൻ എന്തിനാ വന്നേക്കണേന്ന്. അപ്പൊ ഓൺഡ് ബൈ ചാരിറ്റബിൾ ട്രസ്റ്റ്. ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ അവരുടെ ആ വർക്ക് കൺട്രോൾ ചെയ്യാനായിട്ട്, മാനേജ്മെന്റ് ഇൻസ്റ്റിറ്റ്യൂഷൻ സ്ഥാപിക്കാനായിട്ട്, അതിനൊക്കെ വേണ്ടിയിട്ടാണ് സൊസൈറ്റി രജിസ്ട്രേഷൻ 1860 വന്നത്. അത് ഓർക്കണം. ഇതൊന്നും നമ്മൾ കോഡില്ലാണ്ടാ പഠിക്കണേ. 1860. മറ്റേത് 1000 കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് 1987 കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട്. അതിനു മുമ്പ് കുറേ മുമ്പാണ് സൊസൈറ്റി രജിസ്ട്രേഷൻ വന്നേക്കുന്നത്. ഓക്കെ, പിന്നെന്താ? ഓൾ ഹോസ്പിറ്റൽസ് ഇൻ ദ വോളണ്ടറി സെക്ടർ or non-government organization, NGO, non-government organization in the medical care field should be registered under this act. എന്നുവെച്ചാൽ എന്താ പറഞ്ഞേ? ഈ ഹോസ്പിറ്റല് അല്ലെങ്കിൽ ഇങ്ങനത്തെ ഉള്ള മേഖലകൾ, ഇൻസ്റ്റിറ്റ്യൂഷൻസ്, അവിടെ മെഡിക്കൽ കെയർ മേഖലയിലെ സർക്കാർ ഈ സംഘടനകളൊക്കെ ഇതിൽ രജിസ്റ്റർ ചെയ്യണം. NGOയില് നോൺ ഗവൺമെന്റ് ഓർഗനൈസേഷൻ എന്ന് പറഞ്ഞില്ലേ? ആ ഗവൺമെന്റ് ഇതിന്റെ കാര്യങ്ങളിൽ രജിസ്റ്റർ ചെയ്യണം. എല്ലാ ഹോസ്പിറ്റലിന്റെ വളണ്ടറി സെക്ടേഴ്സ് ഒക്കെ രജിസ്ട്രേഷൻ ചെയ്യണം. മെഡിക്കൽ ഫീൽഡ് ഷുഡ് ബി രജിസ്ട്രേഡ് അണ്ടർ ദിസ് ആക്ട്. ഈ ആക്ടിന്റെ കീഴിലായിരിക്കണം ഇതൊക്കെ രജിസ്ട്രേഷൻ ചെയ്യണത്. അതാണ് സൊസൈറ്റി രജിസ്ട്രേഷൻ ആക്ട്. ഓക്കെ, നെക്സ്റ്റ് സ്റ്റേറ്റ് പബ്ലിക് ചാരിറ്റബിൾ ട്രസ്റ്റ് ആക്ട്. സ്റ്റേറ്റ് പബ്ലിക് ചാരിറ്റബിൾ ട്രസ്റ്റ് ആക്ട്. Some states have enacted their own public charitable trust act which normally controls the details, working and management of hospital established by public charitable trust. In such state, the society should also be registered under the state act. എന്താ? പബ്ലിക് ചാരിറ്റബിൾ ട്രസ്റ്റ് സ്ഥാപിക്കുന്ന ഹോസ്പിറ്റലിന്റെ വിശദമായ പ്രവർത്തനങ്ങളും മാനേജ്മെന്റ് സാധാരണയായിട്ട് നിയമിക്കുന്ന ആ പബ്ലിക് ചാരിറ്റബിളിന്റെ നിയമങ്ങളും എന്ത് വേണം? ഈ സംസ്ഥാനങ്ങളിൽ നടപ്പാക്കിയിട്ടുണ്ട്. അപ്പൊ എന്തൊക്കെ നടപ്പാക്കിയിട്ടുണ്ട് ഇതില്? പബ്ലിക് ചാരിറ്റബിൾ ട്രസ്റ്റും അതുപോലെ തന്നെ മാനേജ്മെന്റ് ഹോസ്പിറ്റലും ഇതില് ഉൾപ്പെട്ടിട്ടുണ്ട്. ഉൾപ്പെട്ടിട്ടുണ്ടെന്ന് പറഞ്ഞ കാര്യങ്ങള് അത്തരം സംസ്ഥാനങ്ങളിലും സംസ്ഥാന നിയമപ്രകാരം നമ്മൾ എന്തിൽ രജിസ്റ്റർ ചെയ്യണം? ഈ സൊസൈറ്റി ആക്ടില് രജിസ്റ്റർ ചെയ്യണം. ഇൻ സച്ച് സൊസൈറ്റി. നമ്മൾ ഇവിടെ മുമ്പ് പറഞ്ഞു സൊസൈറ്റി ആക്ട് 1860. ഈ സൊസൈറ്റി ആക്ട് ഷുഡ് ബി രജിസ്റ്റേർഡ്. സൊസൈറ്റി ആക്ടില് എന്തൊക്കെ രജിസ്റ്റർ ചെയ്യണം? അണ്ടർലൈൻ ചെയ്യാം. എന്തൊക്കെ രജിസ്റ്റർ ചെയ്യണം? പബ്ലിക് ചാരിറ്റബിൾ ട്രസ്റ്റ് ആക്ട്. അത് കൺട്രോൾ ചെയ്യില്ല. നമ്മൾ പറഞ്ഞു നോർമലി കൺട്രോൾഡ്, ഡീറ്റെയിൽഡ്. പിന്നെ മാനേജ്മെന്റ് ഓഫ് ഹോസ്പിറ്റൽസ്. ഈ രണ്ട് കാര്യങ്ങള്
സൊസൈറ്റിയിൽ രജിസ്റ്റർ ചെയ്യണം. അതാണ് ഇവിടെ പറഞ്ഞത്. ആ പാരാഗ്രാഫിൽ വേറെ ഒന്നുമില്ല. സ്റ്റേറ്റ് പബ്ലിക് ചാരിറ്റബിൾ ട്രസ്റ്റ് ആക്ടിൽ പറയണത് സൊസൈറ്റി ആക്ടിൽ രജിസ്റ്റർ ചെയ്യേണ്ട കാര്യങ്ങളാണ് ചാരിറ്റബിൾ ട്രസ്റ്റ് ആക്ട്, വിച്ച് നോർമലി അത് കൺട്രോൾ ചെയ്യാനായിട്ട്. അതുപോലെ തന്നെ അവിടുത്തെ വർക്കിംഗ്, മാനേജ്മെന്റ്, അങ്ങനത്തെ ഉള്ള കാര്യങ്ങൾ അറിയാൻ മാനേജ്മെന്റ് ഓഫ് ഹോസ്പിറ്റൽ എന്താ പബ്ലിക് ചാരിറ്റബിൾ ട്രസ്റ്റ് അതൊക്കെ രജിസ്റ്റർ ചെയ്യണം. സൊസൈറ്റി ആക്ടിൽ ഷുഡ് ബി രജിസ്റ്റേർഡ്. ഓക്കെ, അത്രേ ഉള്ളൂ. അതില് വേറെ പോയിന്റുകളൊന്നുമില്ല. നെക്സ്റ്റ് എന്താ? ആക്ട് ഇൻ റിലേഷൻ ടു എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് ഹോസ്പിറ്റൽസ് ഓർ നഴ്സിംഗ് ഹോംസ്. എന്ന് വെച്ചാല് ഹോസ്പിറ്റല് അല്ലെങ്കിൽ നഴ്സിംഗ് ഹോമുകള് സ്ഥാപിക്കാനായിട്ടുള്ള ആ ഒരു റിലേഷൻ, അതിനുള്ള ആ ഒരു പ്രവൃത്തികൾ എന്തൊക്കെയാണ്? എസ്റ്റാബ്ലിഷ്മെന്റ് ചെയ്യാനുള്ള എന്ത് പ്രവൃത്തികളാണ് ഇത് സ്ഥാപിക്കാനുള്ളത്? എന്ത് പ്രവൃത്തികളാ? There are regional laws in each state controlling the establishment and standard about the hospitals and nursing homes. ഹോസ്പിറ്റലുകള് അല്ലെങ്കിൽ നഴ്സിംഗ് ഹോമുകള് എന്നിവയെ കുറിച്ചുള്ള സ്ഥാപനങ്ങളുടെയും അതിന്റെ മാനദണ്ഡങ്ങളെയും നിയന്ത്രിക്കുന്ന ആ ഒരു പ്രാദേശിക പ്രധാനപ്പെട്ട നിയമങ്ങള് എല്ലാ സംസ്ഥാനത്തിലുണ്ട്. അതാ പറഞ്ഞേ, there are regional laws. അതിന്റെ റീജിയണൽ നിയമങ്ങള് ഈച്ച് സ്റ്റേറ്റ്, എല്ലാ സ്റ്റേറ്റിലും കൺട്രോൾ ചെയ്യും. ദ എസ്റ്റാബ്ലിഷ്മെന്റ് അവിടെ സ്ഥാപിക്കും. എന്താ? സ്റ്റാൻഡേർഡ് അബൌട്ട് ഹോസ്പിറ്റൽ അല്ലെങ്കിൽ നഴ്സിംഗ് ഹോം. ഹോസ്പിറ്റലിനെ കുറിച്ചും അല്ലെങ്കിൽ അവിടുത്തെ നഴ്സിംഗ് ഹോമിനെ കുറിച്ചൊക്കെ കൺട്രോൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും ലോസ് ഒക്കെ അവിടെ സ്ഥാപിച്ചിട്ടുണ്ട്. ഷോപ്സ് ആൻഡ് എസ്റ്റാബ്ലിഷ്മെന്റ് ആക്ട്. ഷോപ്പുകളും അതിന്റെ നിയമങ്ങൾ എന്താണ്? ഷോപ്പുകളും അതിന്റെ നിയമങ്ങൾ എന്താണ്? ഓക്കെ, പിന്നെന്താ? എന്താ ഷോപ്പുകൾ അതിന്റെ നിയമങ്ങള്? എനി എസ്റ്റാബ്ലിഷ്മെന്റ് ലീഗലി കമ്മിങ് അണ്ടർ ദിസ് ഡെഫിനിഷൻ വിത്ത് ദ റീജിയണൽ മുനിസിപ്പൽ ജുറിഡിക്ഷൻ ഷുഡ് ബി രജിസ്റ്റേർഡ് അണ്ടർ ദിസ് ആക്ട്. അതെന്തിൽ അണ്ടർ ചെയ്യണം? മുനിസിപ്പൽ ജുറിഡിക്ഷൻ അതിൽ രജിസ്റ്റർ ചെയ്യണം. റീജിയണൽ ജുഡിഷ്യൽ എനി എസ്റ്റാബ്ലിഷ്മെന്റ് ലീഗലായിട്ട് നിയമപരമായിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് സ്ഥാപിക്കണം ഹോസ്പിറ്റലില്. ഇപ്പൊ ഷോപ്സ് എസ്റ്റാബ്ലിഷ്മെന്റ് ആക്ട് എന്ന് പറയുന്നത് ആ ഹോസ്പിറ്റലിൽ തന്നെ ഒരുപാട് നമ്മള് ഉണ്ടാവും. ഷോപ്പ് എല്ലാത്തിനും പുറത്തു പോകേണ്ട കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. ഹോസ്പിറ്റലിൽ അതിന്റെ കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പൊ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ രജിസ്റ്റർ അവിടെ നിയമപരമായിട്ട് വേണം. അതൊരു കച്ചവടത്തിന് വേണ്ടിയിട്ടല്ല. ഹോസ്പിറ്റലിൽ വേണ്ട കാര്യങ്ങളൊക്കെ ഇപ്പൊ ഹോസ്പിറ്റലിൽ ഒരു പേഷ്യന്റിനുള്ള സാധനങ്ങൾ നമ്മൾ വാങ്ങണം. അതിന് പുറത്ത് പോണ്ട ഹോസ്പിറ്റലിൽ അതിനുള്ള ആ കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ നിയമപരമായിട്ട് ഹോസ്പിറ്റലിന്റെ കീഴിലുള്ളതായിരിക്കണം. അതാ പറഞ്ഞത് അണ്ടർ ദിസ് ഡെഫിനിഷൻ വിത്ത് ദ റീജിയണൽ മുനിസിപ്പൽ ജുഡിഷ്യൽ ഷുഡ് ബി രജിസ്റ്റേർഡ്. അതൊക്കെ ഇതിൽ രജിസ്റ്റർ ചെയ്യണം. മുനിസിപ്പൽ ജുഡീഷ്യൽ അതിന്റെ കീഴിലായിരിക്കണം രജിസ്റ്റർ ചെയ്യേണ്ടത്. The act is designed to manage the payment of wage, hour of work, leave, holiday, terms of service, and other work conditions of people who are employed in the shop. എന്നുവെച്ചാല് കടയിൽ ജോലി ചെയ്യുന്ന ആളുകൾ. ഇപ്പൊ നമ്മൾ ഷോപ്പിന്റെ കാര്യം പറഞ്ഞു, അത് ഇന്ന മുനിസിപ്പൽ ജുഡിഷ്യന്റെ കീഴിലായിരിക്കണം. അവിടെ ജോലി ചെയ്യുന്ന ആളുകളുടെ വേതന, അവരെ വേജ്, അവരുടെ ജോലി, അവരുടെ സമയം, അവരെത്ര നേരം പണിയെടുക്കുന്നുണ്ട്, അവർക്ക് ലീവ്, അവരുടെ ഹോളിഡേ, എത്ര അവധികളുണ്ട്, അങ്ങനെയുള്ള നിബന്ധനകൾ, മറ്റു തൊഴിൽ സാഹചര്യങ്ങൾ അതൊക്കെ നമ്മൾ കൈകാര്യം ചെയ്യണം. അതൊക്കെ ആര് കൈകാര്യം ചെയ്യണം? നമ്മൾ കൈകാര്യം ചെയ്യണം, മാനേജ് ചെയ്യണം. ഓക്കെ, അതൊക്കെ മാനേജ് ചെയ്ത പേയ്മെന്റ് അവർക്ക് എത്ര കൊടുക്കുന്നുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കണം. ഇനി PCPND ആക്ട്. PCPNDT ആക്ട്. PNDT എന്ന് വെച്ചാൽ എന്താ? ഇവിടെ എഴുതിയിട്ടുണ്ട്, ഇമ്പോർട്ടന്റ് ആണ്, അണ്ടർലൈൻ ചെയ്യാം. ഇവിടെ അത് മാത്രമേ ഉള്ളൂ. PND ആക്ട് അപ്രൂവ് ആയ ഡേറ്റ് ഓർക്കാം, 1994. ലാസ്റ്റ് ഇതാണ് 1994 സെപ്റ്റംബർ 20. 1994 സെപ്റ്റംബർ 20-നാണ് PNDT ആക്ട്, PCPNDT ആക്ട് വന്നത്. PCPNDT എന്ന് പറയുന്നത് എന്താ? പ്രൊഹിബിഷൻ ഓഫ് സെക്സ് സെലക്ഷൻ അല്ല. ഏതാ? ഇവിടെ പറഞ്ഞിട്ടുണ്ടല്ലോ PNDT pre-conception and prenatal diagnostic techniques. ഇമ്പോർട്ടന്റ് ആണ്. മിക്ക ക്വസ്റ്റ്യൻ പേപ്പറിലും PCPNDT കണ്ടിട്ടുണ്ട്. അതെന്തിനുള്ളതാ? പ്രൊഹിബിഷൻ ഓഫ് സെക്സ് സെലക്ഷന് വേണ്ടിയിട്ട്. ഇതിനു വേണ്ടിയിട്ടാ? എന്തിനു വേണ്ടിയിട്ടുള്ളതാണ്? സ്ത്രീ പുരുഷ അതിന്റെ കാര്യങ്ങൾ. Prohibition of Sex Selection Act in status approved stop the female feticide that resulted in declining female sex ratio
ഇൻ ഇന്ത്യ. എന്ന് വെച്ചാൽ എന്താ, ഇന്ത്യയിൽ സ്ത്രീ പുരുഷാനുപാതം കുറയുന്നതിന് കാരണമായ പെൺഭ്രൂണഹത്യ എന്ന് വെച്ചാൽ എന്താ, പെൺഭ്രൂണഹത്യ എന്ന് വെച്ചാൽ ചിലര് പ്രഗ്നന്റ് ആയ അപ്പൊ തന്നെ കുട്ടികൾ വേണ്ടാന്നൊക്കെ പറഞ്ഞ് ആ വീട്ടുകാരും ആരും അറിയാണ്ട് അബോർട്ട് ചെയ്യും അല്ലെ. പിന്നെന്താ, പണ്ട് ഒരു കുടുംബത്തിൽ ഒരുപാട് കുട്ടികൾ ഉണ്ടായിരുന്നു, 4-5 മക്കളൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പൊ അങ്ങനെയാണോ? ഇപ്പൊ ഒരു കുട്ടി, ചിലപ്പോ 2 കുട്ടി, അതിൽ കൂടുതൽ ഒന്നും ഒറ്റ കുടുംബത്തിൽ കാണുന്നില്ല അല്ലെ. അപ്പൊ ഇതൊക്കെ സെൻസസുമായിട്ട് ബന്ധപ്പെട്ട നമ്മുടെ ആ ഒരു സെക്സ് റേഷ്യോ ആയിട്ട്. അപ്പൊ ഇങ്ങനത്തുള്ള കാര്യങ്ങൾ ഇന്ത്യയിൽ സ്ത്രീ പുരുഷാനുപാതം കുറയുന്നതിനുള്ള കാരണമായ പെൺഭ്രൂണഹത്യ തടയാൻ അംഗീകരിച്ച ഒരു നിയമമാണ്, പെൺഭ്രൂണഹത്യ തടയാൻ നിയമിച്ച ഒരു നിയമമാണ് PCPNDT എന്ന് പറയുന്നത്. PCPNDT എന്താ അതിന്റെ ഫുൾ ഫോം? കൺസെപ്ഷൻ ആൻഡ് പ്രീനാറ്റൽ ഡയഗ്നോസ്റ്റിക് ടെക്നിക്സ്. പ്രീകൺസെപ്ഷൻ ആൻഡ് പ്രീനാറ്റൽ ഡയഗ്നോസ്റ്റിക് ടെക്നിക്സ്. ഈ നിയമം എന്താ? പെൺഭ്രൂണഹത്യ തടയാനായിട്ട്, പെൺഭ്രൂണഹത്യ തടയാനുള്ള നിയമമാണ്. പ്രൊഹിബിഷൻ ഓഫ് സെക്സ് സെലക്ഷൻ, പ്രൊഹിബിഷൻ തടയുക. എന്ത് തടയുക? സെക്സ് സെലക്ഷൻ. അതിന്റെ പെൺഭ്രൂണഹത്യ തടയാനായിട്ടുള്ള നിയമം വെരി വെരി ഇമ്പോർട്ടന്റ് ആണ്. അതിന്റെ ഡേറ്റ് ചോദിക്കും, അതുപോലെ തന്നെ അതിന്റെ ഫുൾ ഫോം ചോദിക്കും, എന്തിനുള്ള നിയമമാണെന്ന് ചോദിക്കും. എന്തിനുള്ള നിയമോ? പ്രൊഹിബിഷൻ ഓഫ് സെക്സ് സെലക്ഷൻ, പ്രൊഹിബിഷൻ ഓഫ് സെക്സ് സെലക്ഷൻ. മനസ്സിലാവുന്നുണ്ടാ? എന്താ ആരുല്ലേ? നേരത്തെ അശ്വിനെങ്കിലും ഒരു തമ്പ് മുക്കിയതല്ല, അശ്വിൻ പോയാ? ആരുമില്ല. 27 പേരാ? ഓക്കെ, ശ്രീല. ഓക്കെ, മനസ്സിലായി. ഓക്കെ, അപ്പൊ ഇമ്പോർട്ടന്റ് ആണ്, അണ്ടർലൈൻ ചെയ്തിടാ. ഇതിൽ 3 ക്വസ്റ്റ്യൻ വരുന്നുണ്ട്. PCPNDT ഫുൾ ഫോം ഒന്നാമത്തെ, രണ്ടാമത്തെ അതിന്റെ വർഷം, അപ്രൂവ് ആയ വർഷം 1994 സെപ്റ്റംബർ 20. ഇതെന്തിനു വേണ്ടിയിട്ടാണ് ഈ നിയമം വന്നത്, ഈ ആക്ട് വന്നത് എന്തിനു വേണ്ടിയിട്ടാ? പ്രൊഹിബിഷൻ ഓഫ് സെക്സ് സെലക്ഷൻ. 3 ക്വസ്റ്റ്യൻസ് ഇമ്പോർട്ടന്റ് ആണ് ഇതിൽ നിന്ന്. നെക്സ്റ്റ് MTP ആക്ട്. MTP ആക്ട് ഫുൾ ഫോം ഓർത്തിരിക്കുക. എന്താ MTP? മെഡിക്കൽ ടെർമിനേഷൻ ഓഫ് പ്രഗ്നൻസി ആക്ട്. മെഡിക്കൽ ടെർമിനേഷൻ ഓഫ് പ്രഗ്നൻസി ആക്ട് 1971 വന്നു. നമ്മൾ മുമ്പ് 10 ആക്ട് പഠിച്ചതല്ല, അതുകൂടാതെ 4 ആക്ട് എക്സ്ട്രാ വരുന്നുണ്ട്. ഇവിടെ 3 നമ്മൾ അപ്പുറത്ത് തന്നെ കൺസ്യൂമർ ആക്ട് പഠിച്ചു. ഈ 4 ആക്ട് നിങ്ങളുടെ ഇഷ്ടത്തിന് നിങ്ങൾ പഠിക്കുക. മെഡിക്കൽ ടെർമിനേഷൻ ഓഫ് പ്രഗ്നൻസി ആക്ട് 1971 വന്നു. അതെന്താ പ്രൊവൈഡ് ചെയ്യണേ? പ്രൊവൈഡ് ഫോർ ദ സ്റ്റോപ്പേജ് ഓഫ് സർട്ടൈൻ പ്രഗ്നൻസീസ് ബൈ രജിസ്റ്റേർഡ് മെഡിക്കൽ പ്രാക്ടീഷണേഴ്സ് ആൻഡ് ഫോർ മാറ്റേഴ്സ് ലിങ്ക്ഡ് വിത്ത്. എന്ന് വെച്ചാൽ എന്താ? മെഡിക്കൽ ടെർമിനേഷൻസ് ഓഫ് പ്രഗ്നൻസി ആക്ട് 1971 വന്നു. അത് രജിസ്റ്റർ ചെയ്തിട്ടുള്ള മെഡിക്കൽ പ്രാക്ടീഷണർമാർക്ക് ചില ഗർഭധാരണം നിലനിർത്തുന്നതിനും അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്കുമായിട്ട് നൽകുന്ന ഒരു നിയമമാണ് പ്രഗ്നൻസിയുടെ. അതുമായിട്ട് ബന്ധപ്പെട്ട അണ്ടർലൈൻ ചെയ്യേണ്ടത് പ്രഗ്നൻസി രജിസ്റ്റേർഡ് എന്ന് പറഞ്ഞ് അണ്ടർലൈൻ ചെയ്താൽ മതി. സ്റ്റോപ്പേജ്, അത് നിർത്താനായിട്ട്, അത് നിർത്താൻ, പ്രഗ്നൻസി നിർത്താനായിട്ടുള്ള ആ ഒരു ആക്ടാണ് MTP ആക്ട് 1971 വന്നു. ഓക്കെ, നെക്സ്റ്റ് ബയോമെഡിക്കൽ വേസ്റ്റ് മാനേജ്മെന്റ് ഓഫ് ഹാൻഡ്ലിംഗ് റൂൾസ്. ബയോമെഡിക്കൽ വേസ്റ്റ് മാനേജ്മെന്റിന്റെ നിയമങ്ങൾ. ഒന്നാമത്തെ ബയോമെഡിക്കൽ വേസ്റ്റ് മാനേജ്മെന്റ് ഹാൻഡ്ലിംഗ് റൂൾസ് നിലവിൽ വന്നത് 1998 came into operation. അത് ബയോമെഡിക്കൽ മസ്റ്റ് നോട്ട് ബി മിക്സഡ് വിത്ത് വേസ്റ്റ് അതേഴ്സ്. ബയോമെഡിക്കൽ മാലിന്യങ്ങൾ മറ്റു മാലിന്യങ്ങളുമായിട്ട് കലരാൻ മിക്സ് ചെയ്യാൻ പാടില്ല. ബയോമെഡിക്കൽ വേസ്റ്റ് മാനേജ്മെന്റ് എന്താ അത് 1998 വന്നു. ആ ബയോമെഡിക്കൽ വേസ്റ്റ് മറ്റു മാലിന്യങ്ങളുമായിട്ട് വേസ്റ്റ് ചെയ്യാൻ പാടില്ല. ഡു നോട്ട് മിക്സഡ് വിത്ത് അതർ വേസ്റ്റ്. മറ്റു വേസ്റ്റുമായിട്ട് മിക്സ് ചെയ്യാൻ പാടില്ല. രണ്ടാമത്തെ പോയിന്റിൽ എന്താ പറയണേ? ബയോമെഡിക്കൽ വേസ്റ്റ് മസ്റ്റ് ബി സോർട്ടഡ് ഔട്ട് ഓഫ് കണ്ടെയ്നേഴ്സ്, ബാഗ് at the points of generation before its storage, transportation, treatment and disposal. എന്താ പറഞ്ഞേ? ബയോമെഡിക്കൽ മാലിന്യങ്ങൾ അവരുടെ സംഭരണം, പിന്നെ ഗതാഗതം, അത് സംസ്കരണം, അതിന്റെ നിർമ്മാർജ്ജനം എന്നിവയ്ക്ക് മുമ്പ് ഉൽപ്പാദിപ്പിക്കുന്ന സ്ഥലങ്ങളിൽ കണ്ടെയ്നറുകളിലും അല്ലെങ്കിൽ ബാഗുകളിൽ തരം തിരിച്ചിരിക്കണം. ഓക്കെ, എന്താ പറഞ്ഞേ? നമ്മൾ പറഞ്ഞു ബയോമെഡിക്കൽ വേസ്റ്റിനെ കുറിച്ചാണ് പറയണത്. വേസ്റ്റ് ഇത് മറ്റുള്ള വേസ്റ്റ് ആയിട്ട് തരംതിരിക്കാൻ പാടില്ല. അത് ഒന്നാമത്തെ പോയിന്റ്. രണ്ടാമത്തെ പോയിന്റിൽ പറയുന്നത് ഈ വേസ്റ്റുകൾ ഓരോ തരങ്ങളായിട്ട് അതിന്റെ സ്റ്റോറേജ്, അതിന്റെ ഗതാഗതം, അതിന്റെ സംസ്കൃതി, എങ്ങനെയുള്ള കാര്യങ്ങളായിട്ട് സെപ്പറേറ്റ് കണ്ടെയ്നറിൽ
അല്ലെങ്കിൽ വേറെ ബാഗില്. അങ്ങനെ വേണം ഇത് തരംതിരിച്ച് വെക്കാനായിട്ട്. നമ്മൾ ഹോസ്പിറ്റലിൽ ചെന്നാൽ നമുക്ക് അറിയാൻ പറ്റും. ഓപ്പറേഷൻ തിയേറ്ററിൽ ചെന്നാൽ കോട്ടൺ, ബ്ലഡിന്റെ കോട്ടൺസ് ഒക്കെ വേറെ ഇതില്, വേറെ കോട്ടൺസ് വേറെ ഇതില്, പിന്നെ അതിന്റെ സ്റ്റിച്ച് ചെയ്യണ നൂലുകൾ അങ്ങനത്തെ സാധനങ്ങളൊക്കെ വേറെ ബാഗില്, ഒക്കെ കൂടി ഒരുമിച്ചല്ല. ഓക്കെ, അത് ഓർത്താൽ മതി. അപ്പൊ ഇതുപോലത്തുള്ള ബയോമെഡിക്കലി മെഡിക്കൽ പരമായിട്ടുള്ള വേസ്റ്റുകളൊക്കെ സെപ്പറേറ്റ് കണ്ടെയ്നറിലും ബാഗിലും വേണം വെക്കാനായിട്ട്. ആ 2 പോയിന്റ് അവിടെ പറയുന്നുള്ളൂ. ഓക്കെ, നെക്സ്റ്റ് ലാസ്റ്റ് പോയിന്റ്, പ്രിവെൻഷൻസ് ഓഫ് വയലൻസ് ആൻഡ് ഡാമേജ് ടു പ്രോപ്പർട്ടി ആക്ട് 2012 വന്നു. പുതിയ ആക്ടാണ്. ഓക്കെ, അത് പുതിയ ആക്ടാണ്. എന്താ? ആക്രമണം, പ്രിവെൻഷൻസ് ഓഫ് വയലൻസ്, എന്തെങ്കിലും ആക്രമണത്തെ കുറിച്ച് അല്ലെങ്കിൽ ഡാമേജ്, എന്തെങ്കിലും നാശങ്ങളെ കുറിച്ച്, അതിനെ കുറിച്ചൊക്കെ തടയണത്. സ്വത്ത് നാളുകൾ, പ്രോപ്പർട്ടി, സ്വത്ത് സംബന്ധമായിട്ടുള്ള അതിനെ കുറിച്ച് വന്ന ആക്ടാണ് 2012 പ്രിവെൻഷൻസ് ഓഫ് വയലൻസ് ആൻഡ് ഡാമേജ് ടു പ്രോപ്പർട്ടി. The act to ban violence against healthcare service persons and to prevent the damage and loss to property in healthcare service institutions and for matters related therewith. എന്നുവെച്ചാൽ എന്താ? ആതുര സേവന സ്ഥാപനങ്ങൾ വെച്ചാൽ നമ്മളെ സഹായങ്ങള് സർവീസ് ഒക്കെ ചെയ്യുന്ന സ്ഥാപനങ്ങളില്ലേ, അങ്ങനത്തെ ആതുര സേവന സ്ഥാപനങ്ങളും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്കും വേണ്ടി ഒരു ആരോഗ്യ പരിപാലന പ്രവർത്തനങ്ങൾക്കായിട്ടുള്ള എന്തെങ്കിലും വയലൻസ്, അങ്ങനെ ആക്രമണങ്ങള്, എന്തെങ്കിലും നാശനഷ്ടങ്ങള്, അത് തടയാനുള്ള ഒരു ആക്ടാണ് പ്രിവെൻഷൻസ് ഓഫ് വയലൻസ് ആൻഡ് ഡാമേജ് ഓഫ് പ്രോപ്പർട്ടി ആക്ട് എന്ന് പറയുന്നത്. അത് വന്നത് 2012. ഓക്കെ, അപ്പൊ ഒന്നുമില്ല, ഈ ആക്ടിൽ നിങ്ങൾ ആക്ട് മാത്രം ഓർത്താൽ മതി. എന്താ ആക്ട്? പ്രിവെൻഷൻസ് ഓഫ് വയലൻസ് ഡാമേജ് ടു പ്രോപ്പർട്ടി ആക്ട് വന്നത് ഓർക്കുക. അത് ചിലപ്പോ ചോദിക്കും, മിക്കവാറും ചോദിക്കും. കാരണം എന്താ? പുതിയ ആക്ടാണ്, 2012 വന്നിട്ടുള്ളൂ അല്ലെ? ഇപ്പൊ എത്ര വർഷമായിട്ടുണ്ടാവും? 12, 22 ആവുമ്പോ 10 വർഷം, 23, 24, 25 കടന്നു അല്ലെ? അപ്പൊ അത്രയും വർഷമായിട്ടുള്ളൂ, 13 വർഷമായിട്ടുള്ളൂ ഈ ആക്ട് വന്നിട്ട്. അപ്പൊ ഈ ആക്ട് ഇമ്പോർട്ടന്റ് ആണ്, നിങ്ങളോട് ചോദിക്കാൻ സാധ്യതയുണ്ട്. പ്രിവെൻഷൻസ് ഓഫ് വൈസ്, ഹോസ്പിറ്റലായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും ആക്രമണങ്ങള്, നാശങ്ങൾ, അങ്ങനെ എന്തെങ്കിലും ആരോഗ്യപരമായിട്ടുള്ള എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിനെ തടയാനുള്ള ആക്ട് ആണ് പ്രിവെൻഷൻസ് ഓഫ് വയലൻസ് ആൻഡ് ഡാമേജ് ടു പ്രോപ്പർട്ടി ആക്ട് 2012 വന്നത്. ഓക്കെ അല്ലേ? അപ്പൊ ഇത്തിരി ലാസ്റ്റ് ഈ കാര്യങ്ങളൊന്നും നിങ്ങൾ ഓർക്കണ്ട. ആക്ടിന്റെ കാര്യം ഇച്ചിരി പറയാനായിട്ട് പഠിക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ടാവും എനിക്കറിയാം, പക്ഷെ രക്ഷയില്ല, പഠിക്കുക തന്നെ വേണം. അപ്പൊ ഇന്നെടുത്തതിൽ നിങ്ങൾക്ക് സംശയങ്ങളോ ഡൗട്ട്സ് ഒന്നും ഇല്ലല്ലോ നമ്മുടെ ക്ലാസ്. അപ്പൊ ഇന്നത്തെ ഈ ചാപ്റ്റർ നമ്മുടെ ഇത് തീർന്നു. എത്തിക്സ് ആൻഡ് ലീഗൽ ഇഷ്യൂസ് എന്ന് പറയുന്ന ചാപ്റ്റർ ഇവിടെ അവസാനിച്ചു. നമ്മൾ ഇനി അടുത്ത ക്ലാസ്സിൽ പുതിയ ചാപ്റ്റർ എടുക്കും. അപ്പൊ അതിന്റെ PDF ഏതാണെന്ന് ഞാൻ ഇപ്പൊ പറയാം. എല്ലാവരും അടുത്ത ക്ലാസ്സിൽ വരുമ്പോൾ അതിന്റെ പ്രിന്റ് ഒക്കെ കൊണ്ടുവരാം. നമ്മുടെ സെൻട്രലൈസ്ഡ് ഗ്യാസ് സിസ്റ്റം ഇല്ലേ, മൊഡ്യൂൾ 4 ലാസ്റ്റ് പാർട്ട്, 9ാമത്തെ 9 ചാപ്റ്റർ ആണ് മൊഡ്യൂൾ 4. അപ്പൊ നിങ്ങൾ എല്ലാവരും അടുത്ത ക്ലാസ്സിൽ വരുമ്പോൾ അത് എടുക്കാം. നമുക്ക് പരമാവധി ഇന്ന് സ്പീഡൊന്നും കൂടിയാ. എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായാ ഞാൻ നിങ്ങളെ ക്ലാസ് എടുത്തപ്പാ മൈക്കോണല്ലേ, എന്തെങ്കിലും ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായാ നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും പറയാം. എടുത്തത് മനസ്സിലായാ? ബുദ്ധിമുട്ടുണ്ടായില്ല. എടുത്തതൊക്കെ മനസ്സിലായ? ഓക്കെ, മനസ്സിലായി. ഓക്കെ. അപ്പൊ ആ കോഡ് എല്ലാവരും എഴുതി വെച്ചത് ഒന്ന് വായിച്ചു നോക്കിയാൽ മതി. എക്സാമിന് എടുത്തത് കേട്ടാ, ഒക്കെ വായിച്ചു നോക്കാം. ഓക്കെ എന്നാ അപ്പൊ നമ്മുടെ ക്ലാസ് വൈൻഡ് അപ്പ് ചെയ്യട്ടെ. അപ്പൊ എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ. ഹാപ്പി ന്യൂ ഇയർ മാം. ഓക്കെ, താങ്ക് യു. ഹാപ്പി ന്യൂ ഇയർ.